الله أكبر الله أكبر الله أكبر لا إله إلا الله وعلى آله وصحبه أجمعين أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنما يريد الله ليذهب عنكم الرجس أهل البيت ويطهركم تطهيرا. ബഹുമാന്യ സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ ദീൻ മനസ്സിലാക്കാൻ നാം ഈ ഒത്തുചേർന്നത് സ്വാലിഹ അമലായി നമ്മിൽ നിന്ന് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇസ്ലാമിക ചരിത്രത്തിൽ നിന്നുള്ള പാഠങ്ങളാണ് നാം മനസ്സിലാക്കി വന്നിട്ടുള്ളത്. ഇന്ന് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ ജീവിതത്തിലെ കാലിക പ്രസക്തമായ ചില കാര്യങ്ങൾ മനസ്സിലാക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇസ്ലാമിൻ്റെ ആദ്യഘട്ടത്തിൽ ഇസ്ലാം വിശ്വസിക്കുകയും അതിൻ്റെ പേരിൽ വളരെ പ്രയാസങ്ങൾ അനുഭവിക്കുകയും ചെയ്യേണ്ടി വന്ന ഒരു കുടുംബമാണ് അബൂ സലമ റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബം. അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ ഇസ്ലാമത സ്വീകരണത്തെ പരിചയപ്പെടുത്തിയത് 11ാമത്തെ വ്യക്തിയായിട്ടാണ് അദ്ദേഹം ഇസ്ലാമായത് എന്നാണ്. മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായി ഒട്ടേറെ ആളുകൾ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. പ്രഥമ വിശ്വാസി എന്ന നിലക്ക് നമുക്ക് പരിചയമുള്ള ആളാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു. അദ്ദേഹം തൻ്റെ സുഹൃബന്ധങ്ങളുള്ള ആളുകളെ ഉപയോഗപ്പെടുത്തി ഇസ്ലാമിനെ പറഞ്ഞു കൊടുക്കുകയും ആളുകൾ ഇസ്ലാമിലേക്ക് വരികയും ചെയ്തു. ആ കൂട്ടത്തിൽ ഒരു വ്യക്തി കൂടിയാണ് അബൂ സലമ റളിയല്ലാഹു അൻഹു. അബൂ സലമ റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിച്ചപ്പോൾ അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയും ഇസ്ലാം മതം സ്വീകരിച്ചു. പ്രമുഖമായ 2 ഗോത്രത്തിലെ വ്യക്തികളാണവർ. അതുകൊണ്ട് തന്നെ ഇസ്ലാം മതം സ്വീകരിച്ചതിൻ്റെ ശേഷം 2 ഗോത്ര വിഭാഗത്തിൽ നിന്നും ആ കുടുംബത്തിന് എതിർപ്പുകളും പ്രയാസങ്ങളും അഭിമുഖീകരിക്കേണ്ടി വന്നു. വളരെ പ്രയാസപ്പെട്ടുകൊണ്ടായിരുന്നു പിന്നീട് അങ്ങോട്ടുള്ള ജീവിതം നയിച്ചിരുന്നത്. സാദുർ റഖബ് എന്ന ആ പേരിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ പിതാവ്. യാത്രാ സംഘങ്ങൾക്ക് വേണ്ട പാഥേയം അത് ഒരുക്കി കൊടുക്കുന്ന ഔദാര്യവാനായി അറിയപ്പെടുന്ന മക്കയിലെ പ്രമുഖ വ്യക്തിയാണ് അദ്ദേഹം. ആ കുടുംബത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ മകൾ ഇസ്ലാം മതം സ്വീകരിച്ചു എന്നത് സമൂഹത്തിൽ ഏറെ ചർച്ചയായിരുന്നു. അതുകൊണ്ട് തന്നെ കുടുംബം ഈ മതത്തിലേക്ക് വന്ന ഈ ആളുകളെ തിരിച്ചു കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളാണ് ആരംഭിച്ചിട്ടുള്ളത്. ശ്രമങ്ങൾ പരാജയപ്പെട്ടു വന്നപ്പോൾ പീഡനത്തിൻ്റെയും മർദ്ദനത്തിൻ്റെയും വഴി കുടുംബം സ്വീകരിച്ചു. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ തന്നെ ഒരു സമയത്ത് തങ്ങൾ അനുഭവിച്ചിട്ടുള്ള വേദനകൾ പറയുന്നുണ്ട്. തങ്ങളെപ്പോലെ വിഷമം അനുഭവിച്ച മറ്റൊരു കുടുംബവും മക്കയിലുണ്ടായിരുന്നില്ല എന്നാണ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ആ സന്ദർഭത്തെ സൂചിപ്പിച്ച് പറയുന്നത്. അതിന് മാത്രം പ്രയാസം അനുഭവിക്കുന്നൊരു ജീവിതമായിരുന്നു അവർക്ക് മക്കയിലുണ്ടായിരുന്നത്. അബൂ സലമ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ കുടുംബം ബനു മഖ്സൂം പ്രസിദ്ധമായ കുടുംബമാണ്. പ്രവാചകനെതിരിൽ ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിച്ചിരുന്നൊരു കുടുംബമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ ആ കുടുംബത്തിൽ ശ്രദ്ധേയനായ ഒരു വ്യക്തി ഇസ്ലാം മതം സ്വീകരിച്ചു എന്നത് കുടുംബത്തിന് തന്നെ വലിയ അപമാനമായി കണ്ടു. അതിൻ്റെ പേരിൽ അദ്ദേഹത്തെയും പരമാവധി പീഡിപ്പിച്ചു. ഈ കുടുംബം മൊത്തമായി പീഡനം അനുഭവിച്ച് സഹിക്കാവുന്നതിൻ്റെ പരിധിയിലപ്പുറമെത്തി. അത് ഒരു കുടുംബത്തിനോ ഒരു വ്യക്തിക്കോ അവസാനിച്ചിരുന്നില്ല. ഇസ്ലാമിൻ്റെ ആദ്യഘട്ടത്തിലെ വിശ്വാസികളെല്ലാം തന്നെ ധാരാളം പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്.
അത്തരം പീഡിതരായ വിശ്വാസികളോട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പരിഹാരമായി നിർദ്ദേശിച്ചത് ഹിജ്റ പോകാനാണ്. അന്നത്തെ അബസീനിയയിലേക്ക്, ഇപ്പോൾ നാം എത്യോപ്യ എന്ന് പറയുന്ന രാജ്യം, ആ രാജ്യത്തേക്ക്, ആഫ്രിക്കൻ രാജ്യത്തേക്ക് ഹിജ്റ പോകാൻ വേണ്ടി പറഞ്ഞു. വീടും കുടുംബവും ജീവിത സൗകര്യങ്ങളും ഉപേക്ഷിച്ചുകൊണ്ടുള്ള ഹിജ്റയാണ്. പക്ഷേ വിശ്വാസിയായി ജീവിക്കുവാനുള്ള അനുവാദം ലഭിക്കുന്ന ഒരു രാജ്യമെന്നതാണ്. കാരണം അള്ളാഹുവിൻ റസൂല് പറഞ്ഞത്, നിങ്ങൾ ഹബശയിലേക്ക് പോവുക, അവിടെ ഒരു രാജാവുണ്ട്, ആ രാജാവിൻ്റെ അടുക്കൽ നിങ്ങൾ ഇസ്ലാമായതിൻ്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുകയില്ല. അത്തരം ഒരു നീതിയുള്ള ഭരണാധികാരിയാണ് അവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ സമാധാനത്തിൽ ഒരു മുഅ്മിനായിക്കൊണ്ട് ജീവിക്കാൻ കഴിയുന്ന ഭൂപ്രദേശമെന്ന നിലക്കാണ് സ്വന്തം രാജ്യമായ മക്ക ഉപേക്ഷിച്ച് വീടും ഭവനവും ജീവിത സൗകര്യങ്ങളും ഇല്ലാത്ത അഭയാർത്ഥികളായിക്കൊണ്ട് മറ്റ് രാജ്യത്തേക്ക് പോകുന്നത്. അങ്ങനെ ഹബശയിലേക്ക് അഭയാർത്ഥികളായി ചെന്നു. രാജാവ് അവർക്ക് വേണ്ട നല്ല സഹകരണമാണ് നൽകിയത്. ജീവിക്കുവാനുള്ള സൗകര്യങ്ങളെല്ലാം അവർക്ക് നൽകുകയും ചെയ്തു. അതുകൊണ്ട് ആശ്വാസപൂർവ്വം ജീവിക്കുകയാണ്. ആ രംഗം ഉമ്മു സലമ റളിയല്ലാഹു അൻഹ തന്നെ വിശദീകരിക്കുന്നുണ്ട്. ഞങ്ങൾ ഹബശയിലെത്തിയതിൻ്റെ ശേഷം നിർഭയമായി അള്ളാഹുവിനെ ആരാധിച്ചു തുടങ്ങിയെന്നാണ്. മനസ്സമാധാനത്തോടുകൂടെ പടച്ചവനെ ആരാധിക്കാനുള്ളൊരവസരം ഞങ്ങൾക്ക് ലഭിച്ചു. നിർഭയമായൊരു അയൽവക്ക ബന്ധമായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നത് എന്ന്. പക്ഷേ ആ ജീവിതവും അവസാനിപ്പിക്കാനാണ് മക്കയിലെ ആളുകൾ തീരുമാനിച്ചത്. മക്കയിലെ ഖുറൈശി പ്രതിനിധികളായ രണ്ട് വ്യക്തികൾ, അംർ ബിൻ ആസും അതേ പ്രകാരം തന്നെ അബ്ദുല്ലാഹി ബിൻ അബി റബിയ, ഈ രണ്ടാളുകളെ ഹബശയിലേക്ക് നിയോഗിച്ചു. അവർ രാജാവിൻ്റെ അടുക്കിലേക്ക് വന്നു. അവിടെ ഉണ്ടായിരുന്ന പാത്രിയാർക്കീസുമാരും മതപുരോഹിതന്മാർക്കുമെല്ലാം സമ്മാനങ്ങൾ കൊടുത്തു. അവസാനം രാജാവിനും സമ്മാനം കൊടുത്തു. എന്നിട്ട് രാജാവിനോട് പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഒരു സംഘം ആളുകൾ താങ്കളുടെ അടുക്കിലേക്ക് വന്നു, താങ്കൾക്ക് അഭയം കൊടുത്തിട്ടുണ്ട്. ഈ ആളുകൾ ഞങ്ങളുടെ പൂർവിക മതം കൈയൊഴിച്ചവരാണ്, ഞങ്ങളുടെ പാരമ്പര്യത്തെയും പിതാക്കന്മാരെയും തള്ളിപ്പറഞ്ഞവരാണ്. എന്നാൽ ഞങ്ങളുടെ മതം ഉപേക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്, താങ്കളുടെ മതം അവർ സ്വീകരിച്ചിട്ടുമില്ല. അങ്ങനെയുള്ളൊരു സംഘമാണ് ഇവിടെ വന്ന് അഭയം തേടിയിട്ടുള്ളത്. ഇവരെ ഞങ്ങളുടെ നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി ഞങ്ങളെ നേതാക്കന്മാർ ഇങ്ങോട്ട് നിയോഗിച്ചതാണ്. ഇത് കേട്ടപ്പോൾ നേഗസ് ചക്രവർത്തി ആലോചിച്ചത് പെട്ടെന്ന് തീരുമാനമെടുക്കുക, തിരിച്ചയക്കുക എന്നതല്ല. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ കാര്യം ഞാൻ കേട്ടു, ഇനി ഇവർക്കെന്ത് പറയാനുണ്ട് എന്ന് കൂടി ഞാൻ അന്വേഷിക്കട്ടെ. അടുത്ത ദിനം മുസ്ലിം പ്രതിനിധികളോട് രാജകൊട്ടാരത്തിലേക്ക് വരാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ആ സംഭവം വിശദീകരിക്കുകയാണ്. അന്ന് രാത്രി മുഹാജിറുകളായി വന്ന മുഴുവൻ മുസ്ലിങ്ങളും ഒത്തുചേർന്നു. പരസ്പരം ആലോചിച്ചു എന്ത് ചെയ്യണം, എന്താണ് ചക്രവർത്തിയുടെ മുന്നിൽ നമ്മൾ പറയേണ്ടത്. സത്യം പറയാൻ തീരുമാനിച്ചു. നമ്മുടെ വസ്തുത എന്താണോ അത് പറയാനാണ് തീരുമാനം. ആ തീരുമാനമനുസരിച്ചുകൊണ്ട് അമീറായി തിരഞ്ഞെടുത്തിട്ടുള്ള ജാഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ചക്രവർത്തിയുടെ മുന്നിൽ വെച്ച് കാര്യങ്ങൾ പറഞ്ഞു. ചക്രവർത്തി ചോദിച്ചത്, നിങ്ങളുടെ പൂർവിക മതം നിങ്ങൾ ഉപേക്ഷിച്ചു, എൻ്റെ മതത്തിലേക്ക് നിങ്ങൾ ചേർന്നിട്ടുമില്ല, എന്താണ് നിങ്ങളുടെ മതം? മഹാനായ ജാഫർ റളിയല്ലാഹു അൻഹു അവിടെ വെച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾ ആ ജാഹിലിയ സമൂഹമായിരുന്നു, ശവം തിന്നുന്നവരായിരുന്നു. ഞങ്ങളിൽ ശക്തരായ ആളുകൾ ദുർബലന്മാരെ തിന്നുകയാണ് ചെയ്തിരുന്നത്. ബിംബങ്ങളെയും കല്ലുകളെയും ഞങ്ങൾ ആരാധിച്ചിരുന്നു, അയൽവാസികളെ ദ്രോഹിച്ചിരുന്നു, ഇത്തരത്തിൽ എല്ലാ വേണ്ടാത്തതും ചെയ്തിരുന്നു. വനത്തിൽ ഫവാഹിഷ, തമ്മാടിത്തങ്ങൾ ഞങ്ങൾ ചെയ്തിരുന്നു. ഇങ്ങനെയെല്ലാം ചെയ്യുന്ന ഒരു സമൂഹമായിരുന്നു ഞങ്ങൾ. ഞങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയുന്ന ഒരു വ്യക്തിയെ അള്ളാഹു പ്രവാചകനായി നിയോഗിച്ചു. അദ്ദേഹത്തിൻ്റെ തറവാട് ഞങ്ങൾക്കറിയാം, അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വ വിശുദ്ധി ഞങ്ങൾക്കറിയാം, അദ്ദേഹത്തിൻ്റെ ജീവിതം ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. ഞങ്ങൾക്കെല്ലാവർക്കും സുപരിചിതനാണ്, നാട്ടുകാർക്കെല്ലാം സുസമ്മതനാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിനെ ഞങ്ങളടുക്കലേക്ക് അള്ളാഹു നിയോഗിച്ചു. അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു, മഹത്തായ ചില സന്ദേശങ്ങളാണ് പറഞ്ഞത്. അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ നല്ല രീതിയിൽ അയൽവാസികളോട് വർത്തിക്കണം, തമ്മാടിത്തങ്ങൾ പ്രവർത്തിക്കരുത്, ബിംബങ്ങളെ നിങ്ങൾ ആരാധിക്കരുത്,
മരിച്ചതിന് ശേഷം ഒരു പരലോക ജീവിതമുണ്ട്. പാവങ്ങളെ സഹായിക്കണം, അനാഥകളെ ആദരിക്കണം, നമസ്കാരം നിർവഹിക്കണം. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള മഹത്തായ സന്ദേശങ്ങൾ അദ്ദേഹം വിശദീകരിച്ചു. ഞങ്ങൾ ഈ കാര്യങ്ങൾ കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ സത്യസന്ധതയിൽ ഒരു സംശയവുമില്ലാത്ത ഞങ്ങൾ അദ്ദേഹം പറഞ്ഞത് വിശ്വസിക്കുകയും അദ്ദേഹത്തെ പിൻപറ്റുകയും ചെയ്തു. ഞങ്ങൾ കല്ലുകളെയും ബിംബങ്ങളെയും ആരാധിക്കുന്ന ഉപേക്ഷിച്ചു. ലോകത്തിൻ്റെ സൃഷ്ടാവായ പടച്ചവനെ ആരാധിക്കുന്നവരായി മാറി. തമ്മാടിത്തങ്ങൾ ഞങ്ങൾ പ്രവർത്തിച്ചിരുന്നു, ഞങ്ങളത് ഉപേക്ഷിച്ചു. നന്മകൾ ഞങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങി, അള്ളാഹുവിനെ ആരാധിക്കുന്നവരായി മാറി. അങ്ങനെ ജീവിതത്തിൽ നന്മകൾ ചെയ്യുകയും അള്ളാഹുവിൻ്റെ ആ മാർഗദർശനം ഞങ്ങൾ പിൻപറ്റുകയും ചെയ്തു. അതായിരുന്നു ഞങ്ങൾ ചെയ്തിരുന്നത്. ഞങ്ങൾ ആരെയും ദ്രോഹിച്ചിട്ടില്ല, ആർക്കും ഞങ്ങളെക്കൊണ്ടൊരു വിഷമവും ഉണ്ടാകുകയും ചെയ്തിട്ടില്ല. എന്നിട്ടും ഞങ്ങളെ ഈ ആളുകൾ, ഈ വന്ന പ്രതിനിധികളുടെ ആളുകൾ പീഡിപ്പിക്കുകയും മർദ്ദിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ജീവിക്കുവാൻ പോലും ഞങ്ങളുടെ വീടുകളിൽ സാധ്യമല്ലാത്ത അവസ്ഥ വന്നപ്പോഴാണ് അങ്ങ് അല്ലയോ രാജാവേ, അങ്ങ് നീതിമാനാണെന്നും നല്ലവനാണെന്നും മനസ്സിലാക്കിക്കൊണ്ട് അങ്ങയുടെ അയൽപക്കത്തേക്ക് അഭയം തേടി ഞങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ ചക്രവർത്തി ചോദിച്ചു, നിങ്ങളുടെ പ്രവാചകൻ നിങ്ങൾക്ക് കേൾപ്പിച്ചിട്ടുള്ള വല്ലതും പറയാൻ അറിയുമോ എന്ന് ചോദിച്ചു. സൂറത്ത് മറിയമിൻ്റെ ആദ്യ ഭാഗത്തെ ആയത്തുകൾ ഓതി കേൾപ്പിച്ചു. അത് കേട്ടുകഴിഞ്ഞപ്പോൾ ചക്രവർത്തി പറഞ്ഞു, ഈ സന്ദേശവും ഞങ്ങൾ വിശ്വസിക്കുന്ന ഈസാ നബി അലൈഹിസ്സലാമിന് ലഭിച്ച സന്ദേശവും മിഷ്കാത്തിം വാഹിദ, ഒരേ ചുമർമാടത്തിൽ നിന്ന് ഒരേ പ്രകാശത്തിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ചക്രവർത്തി കേട്ട ശേഷം അദ്ദേഹം കരഞ്ഞു. സദസ്സിലുണ്ടായിരുന്ന ക്രൈസ്തവ മത പുരോഹിതന്മാരും കരയുകയുണ്ടായി. എന്നിട്ട് ചക്രവർത്തി പറഞ്ഞു, നിങ്ങൾ എൻ്റെ രാജ്യത്ത് നിർഭയരാണ്, നിങ്ങൾ സമാധാനത്തോടെ ഇവിടെ ജീവിച്ചുകൊള്ളുക. മക്കയിലെ പ്രതിനിധികളോട് പറഞ്ഞു, നിങ്ങൾ തിരിച്ചു പോയിക്കോളൂ എന്ന് പറയുകയും ചെയ്തു. തിരിച്ചു പോകുന്ന സമയത്ത് അംർ ഇബ്നുൽ ആസ് മക്കയിലെ മറ്റൊരു പ്രതിനിധിയായ അബ്ദുല്ലാഹ് ബിൻ റബീഅയോട് പറഞ്ഞു, നാളെ ഞാൻ ചക്രവർത്തിയെ വീണ്ടും കാണും, ഞാനൊരു കാര്യം പ്രഖ്യാപിക്കും, ഇവരെ ഉന്മൂലനാശം വരുത്തുന്നതായിരിക്കും അത്. അപ്പോൾ അബ്ദുല്ലാഹ് ബിൻ റബീഅ പറഞ്ഞു, അങ്ങനെ ചെയ്യരുത്, എന്തൊക്കെയാണെങ്കിലും ശരി, ഈ ആളുകൾ നമ്മുടെ ബന്ധുക്കളല്ലേ, ഞാനത് ചെയ്യുമെന്ന് തീർത്തു പറയുകയും അടുത്ത ദിനം വീണ്ടും വരികയും ചെയ്തു. അന്നേ ദിനത്തിലും കൂടിയാലോചന നടന്നു. ആ രംഗം ഉമ്മു സലമ റളിയല്ലാഹു വിശദീകരിക്കുകയാണ്. കൂടിയാലോചിച്ച് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, പറയാൻ പോകുന്നത് വളരെ നാശകരമായൊരു സംഗതി ആയിരിക്കുമല്ലോ. പറയാൻ തീരുമാനിച്ചിട്ടുള്ളത് ഈ ആളുകളെ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കുക മാത്രമല്ല, ചക്രവർത്തി ദ്രോഹിക്കാനും കൂടി സാധ്യതയുള്ളൊരു വിഷയമാണ് പറയാൻ തീരുമാനിച്ചിട്ടുള്ളത്. കൂടിയാലോചിച്ചപ്പോൾ അവരെടുത്ത തീരുമാനം, നാളെയും സംസാരിക്കാൻ ജാഫർ ബിൻ അബി ത്വാലിബ് തന്നെ ആകണം, അദ്ദേഹം തന്നെയാവണം സംസാരിക്കുന്നത്. സംസാരത്തിൽ അദ്ദേഹം സത്യമായിട്ടുള്ളതല്ലാത്തതൊന്നും പറയേണ്ടതില്ല, പിന്നെ വരുന്നതൊക്കെ വരട്ടെ. സത്യം പറഞ്ഞതിൻ്റെ പേരിൽ, അള്ളാഹു റസൂല് പറഞ്ഞതിൻ്റെ പേരിൽ നമുക്ക് എന്ത് വന്നാലും സഹിക്കാം. അങ്ങനെയാണ് തീരുമാനമുണ്ടായത്. അടുത്ത ദിനം അവിടെ വന്നപ്പോൾ അംർ ഇബ്നുൽ ആസ് പറഞ്ഞു, ഈ ആളുകൾ ഈസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ ദാസനാണെന്ന് പറയുന്നവരാണ് എന്ന്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം മനുഷ്യനല്ല, ദൈവമാണെന്ന് വിശ്വസിക്കുന്നവരാണ് ക്രൈസ്തവർ. അദ്ദേഹം അള്ളാഹുവിൻ്റെ അടിമയാണെന്ന് പറയുന്നവരാണിവർ. ക്രൈസ്തവ വിശ്വാസത്തെ എതിർക്കുന്നവരാണിവർ. അത് കേട്ടപ്പോൾ ചക്രവർത്തി ചോദിച്ചു, ഈസാ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് എന്താണ് താങ്കളുടെ പ്രവാചകൻ താങ്കളെ പഠിപ്പിച്ചത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈസാ നബി അലൈഹിസ്സലാം അബ്ദുല്ലാ, അള്ളാഹുവിൻ്റെ അടിമയാണ്, വഖലിമത്തുഹു, അള്ളാഹുവിൻ്റെ വചനമാണ്, വറൂഹുഹു, അള്ളാഹുവിൻ്റെ വിശുദ്ധാത്മാവാണ്. അങ്ങനെ ഖുർആൻ പറഞ്ഞ ആ വചനങ്ങൾ ഓരോന്നും അവിടെ വെച്ച് പറഞ്ഞു. അത് കേട്ടപ്പോൾ ചക്രവർത്തി പറഞ്ഞു, ഈ പറഞ്ഞതാണ് ശരി. അതാണ് ശരി എന്ന് പറഞ്ഞപ്പോൾ ക്രൈസ്തവ മതപുരോഹിതന്മാർക്ക് വെറുപ്പുണ്ടായി. അവരതിനെതിരെ ശബ്ദമുണ്ടാക്കിയപ്പോൾ ചക്രവർത്തി പറഞ്ഞു, നിങ്ങൾ ശബ്ദമുണ്ടാക്കിയാലും ഇതാണ് വസ്തുത, അതുകൊണ്ട് നിങ്ങൾ നിർഭയരാണ്. മക്കയിൽ നിന്ന് വന്ന ആളുകളോട് പറഞ്ഞു, നിങ്ങളുടെ സമ്മാനം നിങ്ങൾ തിരിച്ചു വാങ്ങുക, ഇവിടെ നിന്ന് സ്ഥലം വിട്ടുകൊള്ളണമെന്ന്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പരീക്ഷണത്തിൻ്റെ ഒരു ഘട്ടം നമുക്ക് വിവരിച്ചു തരികയാണ് ചെയ്യുന്നത്.
മക്കയിലേക്ക് അടുത്തൊരു പരീക്ഷണം കഴിഞ്ഞ് അവർ അഭയം തേടിച്ചെന്ന രാജ്യമാണ് ഹബശ. അവിടെയും അവർ പരീക്ഷിക്കപ്പെടുന്ന അവസ്ഥ വന്നു, അതും മക്കക്കാർ മുഖേന. പിന്നെ കുറച്ചു കാലം അവിടെ കഴിഞ്ഞു. അവിടെ കുറച്ചു കാലം കഴിഞ്ഞപ്പോഴാണ് മക്കയിലുള്ള ആളുകൾ മുസ്ലിങ്ങളുമായി സഹകരിക്കുന്നുണ്ട് എന്ന വാർത്ത പ്രചരിച്ചത്. ആ വാർത്ത കേട്ടപ്പോൾ ഹബശയിലേക്ക് പോയിരുന്ന ആളുകൾ മക്കയിലേക്ക് തിരിച്ചു വന്നു. തിരിച്ചു വരുന്ന വഴിയിലെത്തിയപ്പോഴാണ് വിവരമറിയുന്നത് ആ വാർത്ത കിംവദന്തിയായിരുന്നു, യാഥാർത്ഥ്യമായിരുന്നില്ല എന്ന്. എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചു. ചില ആളുകൾ വീണ്ടും ഹബശയിലേക്ക് തന്നെ തിരിച്ചുപോയി. എന്നാൽ അബൂ സലമ റളിയല്ലാഹു അൻഹു തീരുമാനിച്ചത് ഇനി ഏതായിരുന്നാലും മക്കയിലേക്ക് തന്നെ വരിക, മക്കയിൽ ചില മുസ്ലിങ്ങൾ ജീവിക്കുന്നുണ്ടല്ലോ, അതുപോലെ നമുക്കും കഴിയാമെന്ന്. മക്കയിലെത്തിയപ്പോൾ അബൂ സലമ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ സ്വീകരിക്കുവാൻ വേണ്ടി ബനു മഖ്സൂം കുടുംബം തയ്യാറായി. പക്ഷേ അബൂ സലമ റളിയല്ലാഹു അൻഹു അവരുടെ സംരക്ഷണം സ്വീകരിച്ചില്ല. മറിച്ച് അദ്ദേഹം തൻ്റെ പിതൃവ്യം കൂടിയായ അബൂ താലിബിനെ സമീപിച്ചു. അബൂ താലിബിൻ്റെ സംരക്ഷണമാണ് അദ്ദേഹം സ്വീകരിച്ചത്. സ്വന്തക്കാരെ ഉപേക്ഷിച്ചുകൊണ്ട് അബൂ താലിബ് സംരക്ഷണം കൊടുത്തപ്പോൾ അബൂ താലിബിൻ്റെ അടുക്കൽ വന്നിട്ട് അവർ ചോദ്യം ചെയ്തു, ഞങ്ങൾ സ്വന്തക്കാരായ ഞങ്ങൾ ഉണ്ടായിരിക്കെ എന്തിന് നിങ്ങൾ അഭയം കൊടുത്തു എന്ന്. അദ്ദേഹം പറഞ്ഞു, എന്നോട് അഭയം ചോദിക്കുന്നത് എൻ്റെ മകനാണ്, എൻ്റെ ഒരു മകനാണ് മുഹമ്മദ്, ഞാൻ അവന് അഭയം സംരക്ഷണം കൊടുത്തിട്ടുണ്ട്. എൻ്റെ മറ്റൊരു മകനാണ് അബൂ സലമ, അതുകൊണ്ട് ഞാൻ അവനും സംരക്ഷണം കൊടുത്തു. നേരെ മകനല്ല. കാരണം ബനു മഖ്സൂം കുടുംബക്കാർ ആഗ്രഹിച്ചിരുന്നത് ഈ സമയത്ത് ഇദ്ദേഹത്തെ ലഭിക്കും. കാരണം സംരക്ഷണമില്ലാതെ, മക്കയുടെ അന്നത്തെ നിയമം അതാണ്, മക്ക രാജ്യത്തുനിന്ന് പുറത്തുപോയ ഒരാൾക്ക് മക്കയിലേക്ക് വീണ്ടും തിരിച്ചു വരണമെങ്കിൽ ഏതെങ്കിലും ഒരു നേതാവിൻ്റെ സംരക്ഷണം ലഭിച്ചിരിക്കണം. അതല്ലാതെ മക്കയിലേക്ക് പ്രവേശിക്കാനോ താമസിക്കാനോ അനുവാദമില്ല. അതാണ് രാജ്യത്തിൻ്റെ കീഴ്വഴക്കം. അതുകൊണ്ട് അബൂ താലിബിൻ്റെ സംരക്ഷണം കിട്ടിയെങ്കിൽ മാത്രമേ മക്കയിൽ മുസ്ലിമായി ജീവിക്കാൻ കഴിയുള്ളൂ. സ്വന്തം കുടുംബക്കാർ ആഗ്രഹിക്കുന്നത് ഇതിൻ്റെ പേരിൽ അവരെ തടവിലാക്കാനും പീഡിപ്പിക്കാനുമാണ്. ഇസ്ലാമിൽ നിന്ന് തിരിച്ച് പഴയ പൂർവ്വമതത്തിലേക്ക് കൊണ്ടുപോകാനാണ്. അത് ആ കാര്യം മനസ്സിലാക്കിയതുകൊണ്ടാണ് സ്വന്തക്കാർ സംരക്ഷണം വാഗ്ദത്തം ചെയ്തപ്പോൾ അത് തിരസ്കരിച്ചതും അബൂ താലിബിൻ്റെ സംരക്ഷണം സ്വീകരിക്കുകയും ചെയ്തത്. എന്നിട്ടും അവിടെ വന്ന് മക്കയിൽ താമസം ആരംഭിച്ചതോടുകൂടെ വീണ്ടും ഈ രണ്ട് കുടുംബങ്ങളും, അദ്ദേഹത്തിൻ്റെയും ഭാര്യയുടെയും കുടുംബങ്ങൾ, വിവിധ തരത്തിലുള്ള പീഡനങ്ങൾ ആരംഭിച്ചു. ആ പീഡനവും പരിധിയിൽ അപ്പുറമായപ്പോഴാണ് മദീനയിലേക്ക് മുസ്ലിങ്ങളോട് ഹിജ്റ പോകാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം നൽകുന്നത്. മുസ്ലിങ്ങളിൽ നിന്ന് ആദ്യമായി ഹിജ്റ പോകുന്നതും ഈ കുടുംബം തന്നെയാണ്. രാത്രിയാണ് അവർ ഹിജ്റ പുറപ്പെട്ടത്. ആരും അറിയാത്ത നല്ല ഇരുട്ടുള്ള രാത്രി തെരഞ്ഞെടുത്തുകൊണ്ടാണ് ഹിജ്റ പോകുന്നത്. ഒരൊട്ടകമാണ് അവർക്കുണ്ടായിരുന്നത്. ആ ഒട്ടകത്തിൽ 3 പേരും കൂടി യാത്ര ചെയ്യുകയാണ്. യാത്രക്കിടയിൽ വഴിയിൽ വെച്ചുകൊണ്ട് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ ബന്ധുക്കൾ വിവരമറിഞ്ഞു. ബനുൽ മുഗീറ കുടുംബം അവർ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അവർ സംഘം ചേർന്ന് ആയുധവുമായി വന്നിട്ട് അബൂ സലമയോട് ചോദിച്ചു, ഞങ്ങളുടെ സഹോദരിയെ നീ മറ്റൊരു നാട്ടിലേക്ക് കൊണ്ടുപോകാനാണോ ശ്രമിക്കുന്നത്? അവളുമായി ഈ നാട്ടിൽ നിന്ന് കടന്നു പോകാനുള്ള പരിപാടിയാണല്ലേ? സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയെയും കുഞ്ഞിനെയും ഒട്ടകത്തിൽ നിന്ന് താഴേക്ക് വലിച്ചിറക്കി. ഒട്ടകത്തിൻ്റെ മൂക്കയർ അവർ പിടിച്ചെടുക്കുകയും ചെയ്തു. ഈ സമയത്ത് അബൂ സലമ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുന്ന അവസ്ഥയായി. സ്വാഭാവികമായും മുസ്ലിമായി ജീവിക്കണമെന്ന ആഗ്രഹമാണ് അവർക്കുള്ളത്. അത് സാധിക്കുന്നൊരു കേന്ദ്രമായിട്ടാണെന്ന് മദീന അല്പം ആശ്വാസത്തോടുകൂടെ മദീനയിലെ മുസ്ലിങ്ങൾക്ക് സഹായിക്കാൻ തയ്യാറായിട്ടുള്ളത്. ഇത്തരമൊരു സാഹചര്യത്തിൽ അബൂ സലമ റളിയല്ലാഹു അൻഹു ആലോചിച്ചത്, ഒരാൾക്കെങ്കിലും അള്ളാഹുവിനെ മനസ്സമാധാനത്തോടെ ആരാധിക്കുവാനുള്ള, ഒരാൾക്കെങ്കിലും തൗഹീദ് അനുസരിച്ച് ജീവിക്കുവാൻ മുഅ്മിനായി കഴിയാൻ സാധിക്കുന്ന സാഹചര്യമുണ്ടാകുമല്ലോ. ഈ ആലോചന അദ്ദേഹം ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചു. അദ്ദേഹം ഉമ്മു സലമയോട് പറഞ്ഞു, ഞാൻ എൻ്റെ ഹിജ്റ തുടരുകയാണ്, പടച്ചവൻ എന്തെങ്കിലും ഒരു മാർഗമുണ്ടാക്കിയേക്കും എന്ന് പറയുകയും അദ്ദേഹം കാൽനടയായിക്കൊണ്ട് അവിടെ നിന്ന് മദീനയിലേക്ക് യാത്ര ചെയ്യുകയാണ്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ ബന്ധുക്കൾ വന്ന് അവരെ പിടിച്ചു വെച്ചു എന്ന വിവരമറിഞ്ഞപ്പോൾ
ഇദ്ദേഹത്തിൻ്റെ കുടുംബം, ബനു അബ്ദുൽ അസദ് കുടുംബം, അവർ വന്നിട്ട് ആ കുഞ്ഞിനെ പിടിച്ചു. കുഞ്ഞ് ഞങ്ങളുടെ കുട്ടിയാണ്, അതുകൊണ്ട് ഈ കുട്ടിയെ നിങ്ങളുടെ കുടുംബത്തിലേക്ക് കൊണ്ടുപോകാൻ സമ്മതിക്കില്ല. അവർ തമ്മിൽ പ്രശ്നമാവുകയും അവസാനം കുട്ടിയുടെ കൈ പിടിച്ച് വലിച്ച് ആ കുട്ടിനെ അവർ കൊണ്ടുപോവുകയും ചെയ്തു. 3 പേരും തീർത്തും ഒറ്റപ്പെട്ട ഒരു സാഹചര്യത്തിലായി. അബൂ സലമ റളിയല്ലാഹു അൻഹു മദീനയിലെ ഖുബായിലുള്ള അമ്രിൻ്റെ കുടുംബത്തിൽ ചെന്ന് അവിടെയാണ് അഭയം തേടിയിട്ടുള്ളത്. ഇവിടെ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ അവരെ വീട്ടിലും കുടുംബത്തിലും, ആ ചെറിയ കുട്ടി മറ്റൊരു കുടുംബത്തിലുമായി. തീർത്തും 3 ആളുകളും 3 ധ്രുവങ്ങളിലായി കഴിയുന്നു. ഉമ്മു സലമ റളിയല്ലാഹു അൻഹയെ തിരിച്ചു കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളാണ് അവർ നടത്തിയത്. പരമാവധിയുള്ള പീഡനങ്ങളും മാനസികമായ പ്രയാസപ്പെടുത്തലുകളും എല്ലാം വീട്ടു തടവിലാക്കിയ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ അനുഭവിച്ചു. ഭക്ഷണം കൊടുക്കാത്ത ദിനങ്ങൾ, അങ്ങനെ പലതരത്തിലുള്ള പീഡനങ്ങളും അവർ സ്വീകരിച്ചു. എല്ലാം അനുഭവിച്ചെങ്കിലും വിശ്വാസത്തിൽ നിന്ന് പിന്മാറിയില്ല. 1 വർഷക്കാലത്തോളം എല്ലാ ദിവസവും കരഞ്ഞുകൊണ്ടാണ് ജീവിതം കഴിച്ചിരുന്നത്. 1 വർഷം പിന്നിടുന്ന സമയത്ത് കുടുംബത്തിൽപ്പെട്ട ഒരാൾ ആ വീട്ടിലേക്ക് വന്നു. ആ ആൾ ചോദിക്കുകയാണ് വീട്ടുകാരോട്, ഇത്രയും കാലം നിങ്ങൾ ശ്രമിച്ചു, എന്തിനാണ് ഈ പാവപ്പെട്ട പെണ്ണിനെ നിങ്ങളിങ്ങനെ കരയിക്കുന്നത്? അവളെ ഭർത്താവിൻ്റെ കൂടെ വിട്ടേച്ചുകൂടെ നിങ്ങൾക്ക്? അങ്ങനെ അവർ തീരുമാനിച്ചു വിടാൻ. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ആ രംഗം വിശദീകരിക്കുകയാണ്. വീട്ടുകാരെന്നോട് പൊയ്ക്കോളാൻ പറഞ്ഞു. എന്നെ പോകാനുള്ള അനുവാദം എനിക്ക് ലഭിച്ചു എന്ന വിവരം അബൂ സലമയുടെ ബന്ധുക്കൾ അറിയിച്ചു. അവർ കുഞ്ഞിനെ എനിക്ക് തിരിച്ചു തന്നു. ഒട്ടകത്തിൽ കയറി തനിയെ യാത്ര ചെയ്യുകയാണ്. കുടുംബങ്ങളോ ബന്ധുക്കളോ ആരും സഹായിക്കാനോ സഹകരിക്കാനോ ഇല്ല. 2 ആളുടെയും കുടുംബമില്ല. തനിച്ചാണ് മദീനത്തേക്ക് യാത്ര ചെയ്യുന്നത്. എന്നിട്ട് പറയുന്നു, തൻഈം കഴിഞ്ഞിട്ടുണ്ട്. ആ തൻഈമിൻ്റെ പരിധി കഴിഞ്ഞപ്പോൾ ഉസ്മാൻ ബിൻ അബീ ത്വൽഹ എന്ന മനുഷ്യൻ, കഅബയുടെ താക്കോൽ സൂക്ഷിപ്പുകാരനായിരുന്ന ആൾ, അദ്ദേഹം മുസ്ലിമല്ല, അന്ന് മുശ്രിക്കാണ്. ഉസ്മാൻ ബിൻ അബീ ത്വൽഹ റളിയല്ലാഹു അൻഹു ചോദിച്ചു, യാ ബിന്ത സാദുർ റാകിബ്, യാത്രക്കാർക്ക് വേണ്ട പാഥേയം നൽകിയ മഹാനായ വ്യക്തിയുടെ മകളെ, നീ എങ്ങോട്ടാണ് തനിച്ചു പോകുന്നത്? നിന്നോടൊപ്പം നിൻ്റെ ബന്ധുക്കൾ ആരുമില്ലേ? അവർ പറഞ്ഞു, ഞാൻ എൻ്റെ ഭർത്താവിനെ തേടിപ്പോവുകയാണ്. അദ്ദേഹം യസ്രിബിലാണുള്ളത്. ആ കാലത്ത് മദീനയല്ല, മദീനയുടെ പഴയ പേര് യസ്രിബാണ്. അദ്ദേഹം ഞാൻ നിനക്ക് സഹായിക്കാമെന്ന് പറയുകയും അവിടെ നിന്ന് ഖുബായുടെ പരിധി എത്തുവോളം ആ ഒട്ടകത്തിൻ്റെ കയറ് പിടിച്ചുകൊണ്ട് നടന്നു. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ആ കാര്യം വിശദീകരിക്കുന്നുണ്ട്. ഇത്ര ആദരണീയനായ, മാന്യനായ, ഗുണകാംക്ഷയുള്ള ഒരു വ്യക്തിയെയും ഞാൻ കണ്ടിട്ടില്ല എന്നാണ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ആ കാര്യത്തെക്കുറിച്ച് വിശദീകരിക്കുന്നത്. വല്ലാഹി മാ അഅലമു ബൈതൻ ഫിൽ ഇസ്ലാമി അസാബഹും മാ അസാബ ആല അബീ സലമ. അബൂ സലമയുടെ കുടുംബം അനുഭവിച്ച പോലെ മുസീബത്ത് സംഭവിച്ച ഒരു വീടും ഇസ്ലാമിക ചരിത്രത്തിൽ ആ കാലത്ത് ഉണ്ടായിരുന്നില്ല. വമാ റഅയ്തു സാഹിബൻ ഖത്തു കാന അക്രമ മിൻ ഉസ്മാൻ ബിൻ അബീ ത്വൽഹ. ഉസ്മാൻ ബിൻ അബീ ത്വൽഹയേക്കാൾ മാന്യനായ ഒരു വ്യക്തിയെയും ഞാൻ കണ്ടിട്ടില്ല. ആ യാത്രയിൽ അദ്ദേഹം സഹായിക്കുകയും ഖുബായുടെ പരിസരത്തെത്തുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിൻ്റെ ഭർത്താവ് ഈ ഭാഗത്ത് എവിടെയായിരിക്കും താമസിക്കുന്നത്? എനിക്ക് ഭർത്താവിനെ കണ്ടെത്താൻ പ്രയാസമില്ല. അങ്ങനെ അവിടെ എത്തിച്ചുകൊണ്ട് തിരിച്ചു പോരുകയാണ് ചെയ്തത്. ആദ്യത്തെ ഹിജ്റ ചെയ്തിട്ടുള്ള വനിത എന്ന പേരിൽ അറിയപ്പെടുന്നത് ഈ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയാണ്. വളരെ കടുത്ത ഒരു പരീക്ഷണമാണ് മക്കയിലെ മറ്റാരേക്കാളും ഈ കുടുംബം അനുഭവിച്ചിട്ടുള്ളത്. ഇത്തരം പരീക്ഷണങ്ങളിലൂടെ വിശ്വാസികളായ ആളുകൾക്ക് ഈമാൻ വർദ്ധിക്കുകയാണ് ചെയ്യുക. വിശ്വാസിയായ മനുഷ്യന് വിശ്വാസത്തിൻ്റെ മാർഗത്തിൽ പരീക്ഷണങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വരുമ്പോൾ വിശ്വാസത്തിന് ശക്തി ഉണ്ടാവുന്നു. അത് കടഞ്ഞ് തെളിഞ്ഞതായി തീരുകയാണ് ചെയ്യുന്നത്. നല്ലവരും അല്ലാത്തവരും വേർതിരിയുന്നൊരു സന്ദർഭം, വിശ്വാസത്തിൻ്റെ ദൃഢതയുള്ളവരും കാപട്യത്തിൻ്റെ വിശ്വാസമുള്ള ആളുകളും വേർതിരിയുന്നതൊക്കെ
ഇത്തരം ജീവിതത്തിലെ പരീക്ഷണങ്ങൾ വരുമ്പോഴാണ്. അതിലൂടെ വിശ്വാസികൾക്ക് അള്ളാഹുവിനടുക്കൽ ദറജകളും പദവികളും ഉയർന്നുകൊണ്ടിരിക്കും. കൂടുതൽ കൂടുതൽ പാപമോചനവും പടച്ചവൻ്റെ അംഗീകാരവും ലഭിച്ചുകൊണ്ടിരിക്കും. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഫമാ വഹനൂ ലിമാ അസാബഹും ഫീ സബീലില്ലാഹ് വമാ ളഅഫു വമസ്തകാനു. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവരനുഭവിക്കേണ്ടി വന്ന വിപത്തുകൾ, അതിനാൽ അവർ ദുർബലരാകുന്നില്ല, തളർന്നു പോകുന്നില്ല, അവർ നിന്ദ്യരായിത്തീരുന്നില്ല. മറിച്ച് ശത്രുവിൻ്റെ മുമ്പിൽ കീഴൊതുങ്ങാതെ അടിയറവ് പറയാതെ വിശ്വാസത്തിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുകയും സധൈര്യം ആ വിശ്വാസം കാത്തുസൂക്ഷിക്കുകയും ചെയ്യുകയാണ്. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ. അതാണ് വിശ്വാസികളുടെ പ്രാർത്ഥന. മർദ്ദനങ്ങളും പീഡനങ്ങളും വിശ്വാസത്തിൻ്റെ പേരിൽ അനുഭവിക്കേണ്ടി വരുമ്പോൾ, പരീക്ഷണഘട്ടങ്ങൾ തരണം ചെയ്യേണ്ടി വരുമ്പോൾ വിശ്വാസിയായ മനുഷ്യൻ്റെ പ്രാർത്ഥന അതാണ്, നാഥ, ഈ സന്മാർഗത്തിൽ നിന്ന് വഴിതെറ്റിപ്പോകാനുള്ളൊരു സാഹചര്യവും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കരുത്. ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ. നീ ഹിദായത്ത് നൽകിയിരിക്കുന്നു, സന്മാർഗം എത്തിയിരിക്കുന്നു, അതാണ് ഏറ്റവും ശരിയെന്ന് ഞാൻ വിശ്വസിച്ചിട്ടുണ്ട്. ഇനി വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകാനുള്ളൊരവസരം ഉണ്ടാവരുത്. അതിനുവേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. മാത്രമല്ല, നിന്റെ റഹ്മത്ത് ലഭിക്കണം. പരീക്ഷണഘട്ടങ്ങളെ തരണം ചെയ്യണമെങ്കിൽ ആ തരണം ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ആ ഘട്ടത്തിൽ പ്രത്യേകമായ കാരുണ്യം റബ്ബിൻ്റെ ഭാഗത്തുണ്ടായിരിക്കണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയാണ് വിശ്വാസികളായ ആളുകൾ ചെയ്യേണ്ടതെന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ കാര്യമായിരുന്നു ഇത്തരം പരീക്ഷണഘട്ടങ്ങളിൽ അവർക്കുണ്ടായിരുന്ന അവലംബം. അവർക്കൊരു രാജ്യമില്ല, ഒരു ഭരണകൂടമില്ല, അധികാര ശക്തിയില്ല, കുടുംബത്തിൻ്റെ പിൻബലമില്ല, ഗോത്ര നേതൃത്വത്തിൻ്റെ സഹായമില്ല, സാമ്പത്തികമായ സ്രോതസ്സുകളില്ല. പിന്നെ അള്ളാഹുവിനെ അവലംബിക്കുക മാത്രമാണുള്ളത്. അതുകൊണ്ടാണ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, ഇസ്ലാമിൽ ഞങ്ങളുടെ വീട് പോലെ പീഡനം അനുഭവിക്കേണ്ടി വന്നൊരു വീടുമുള്ളതായി എനിക്കറിയില്ല. അതിന് മാത്രമുള്ള പീഡനങ്ങളായിരുന്നു അവർ അനുഭവിച്ചിരുന്നത്. പക്ഷേ ആ പീഡനങ്ങളിൽ അടിയറവ് പറയാതെ ധീരതയോടുകൂടെ തന്നെ സത്യമാർഗത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ടു പോകാൻ ആ കുടുംബത്തിന് സാധിച്ചു എന്നത് ഇസ്ലാമിക ചരിത്രം നമുക്ക് നൽകുന്ന മഹത്തായൊരു പാഠമാണത്. ശത്രുക്കളാൽ വലയം ചെയ്യപ്പെട്ട ഒരു സമൂഹത്തിൻ്റെ ഇടയിൽ ജീവിക്കേണ്ടി വരുന്നൊരു മുഅ്മിനായ മനുഷ്യൻ ഈമാനോട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അനുഭവിക്കേണ്ടി വരുന്ന പരീക്ഷണങ്ങൾ, ആ പരീക്ഷണങ്ങൾ എങ്ങനെ തരണം ചെയ്യണമെന്ന് ഈ ചരിത്രം നമുക്ക് മനസ്സിലാക്കി തരികയാണ്. പരീക്ഷണമില്ലാതിരിക്കില്ല. വിശ്വാസിയാണോ അവൻ്റെ ജീവിതത്തിൽ പരീക്ഷണമുണ്ടാകും. വിശ്വാസത്തിന് ശക്തിയുണ്ടോ അതിനനുസരിച്ചുകൊണ്ട് പരീക്ഷണത്തിനും ശക്തി ഉണ്ടായിക്കൊണ്ടിരിക്കുമെന്നാണ് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. മദീനയിലെത്തി. അവിടെ വെച്ച് 4 കുഞ്ഞുങ്ങളുടെ മാതാവായി തീർന്നു. ആദ്യത്തെ കുട്ടിയാണ് സലമ, അവസാനത്തെ കുട്ടിയാണ് സൈനബ്. അങ്ങനെ വളരെ ആശ്വാസത്തോടു കൂടെയാണ് മദീനയിലെ ജീവിതം. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും വിശ്വാസികളുമായ ആളുകൾ മദീനയിലേക്ക് വരികയും മദീനയിൽ ഒരു കൊച്ചു ഭരണകൂടം രൂപപ്പെട്ടു വരികയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിൽ സമാധാനത്തിൽ മുസ്ലിങ്ങൾ കഴിയുന്നത് ശത്രുക്കൾക്ക് തീരെ ഇഷ്ടമായിരുന്നില്ല. എങ്ങനെയെങ്കിലും മുസ്ലിം സമൂഹത്തെ അറബ് ദേശത്ത് നിന്ന് ഉന്മൂലനാശം വരുത്തണമെന്നതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ റസൂലിന് പോലും കടന്നുറങ്ങുവാൻ കാവൽക്കാർ വേണ്ടി വന്നിരുന്നു. കാരണം ഏത് നിമിഷവും പ്രവാചകനെ വധിക്കാനുള്ള സാധ്യതയുണ്ടായിരുന്നു. അത്തരമൊരു സാഹചര്യമുണ്ടായിരുന്നു. ആ ഘട്ടത്തിലാണ് മുസ്ലിങ്ങൾക്ക് ഒട്ടേറെ യുദ്ധങ്ങൾ ഉണ്ടായിത്തീർന്നിട്ടുള്ളത്. ആദ്യമായി നടക്കുന്ന ചില യുദ്ധങ്ങൾ, ചെറിയ ചെറിയ ഏറ്റുമുട്ടലുകളുണ്ടായി. അതിൽ അൽ ഉഷൈറ എന്ന് പറയുന്ന ചെറിയൊരു ഏറ്റുമുട്ടൽ നടന്നിരുന്നു. ആ ഏറ്റുമുട്ടൽ നടന്ന സന്ദർഭത്തിൽ അബൂ സലമ റളിയല്ലാഹു അൻഹുവിനെയാണ് മദീനയുടെ ഉത്തരവാദിത്വം അള്ളാഹുവിൻ്റെ റസൂൽ ഏൽപ്പിച്ചത്. സൂചിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മനസ്സിൽ അബൂ സലമ റളിയല്ലാഹു അൻഹുവിനുണ്ടായിരുന്ന സ്ഥാനം എന്തായിരുന്നു എന്നാണ്. അതുകൊണ്ടാണ് തൻ്റെ പകരക്കാരനായിക്കൊണ്ട് അബൂ സലമയെ മദീനയുടെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരുന്നത്. ഹിജറയുടെ 2ാമത്തെ വർഷം നടന്ന ബദർ യുദ്ധത്തിൽ അബൂ സലമ റളിയല്ലാഹു അൻഹുവിന് പ്രധാനപ്പെട്ട പങ്കായിരുന്നു പ്രവാചകൻ നൽകിയിരുന്നത്. ആ ഉത്തരവാദിത്വം ഭംഗിയായി അദ്ദേഹം നിർവഹിക്കുകയും ചെയ്തു. അടുത്ത വർഷം നടന്ന ഉഹദ് യുദ്ധത്തിൽ അബൂ സലമ റളിയല്ലാഹു അൻഹുവിൻ്റെ നിർണായകമായ പോരാട്ടമുണ്ടായിരുന്നു. ആ പോരാട്ടത്തിൽ അദ്ദേഹത്തിന് വലിയ ആഴത്തിലുള്ള മുറിവേറ്റു. മുറിവേറ്റ കാരണത്താൽ ദിവസങ്ങളോളം അദ്ദേഹത്തിന് പ്രയാസം അനുഭവിക്കേണ്ടി വന്നു. ആ മുറിവ് ഉണങ്ങുകയും ആശ്വാസമാവുകയും ചെയ്ത സന്ദർഭത്തിലാണ്
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും മുസ്ലിങ്ങളെയും നശിപ്പിക്കുവാൻ വേണ്ടി ബനു അസദ് ഗോത്രക്കാർ ഒരു യുദ്ധപ്രഖ്യാപനം നടത്തുന്നത്. കാരണം ഉഹദിൽ നമുക്കറിയാം ബദറിൽ വിജയിച്ചു, ഉഹദിൽ പരീക്ഷണത്തിന് വിധേയമാവുകയും രണ്ടാം ഘട്ടം മുസ്ലിങ്ങൾക്ക് പ്രയാസം വരികയും ചെയ്തു. ഈ സന്ദർഭം മനസ്സിലാക്കിയിട്ടാണ് ബനു അസദ് ഗോത്രക്കാർ ഇതൊരവസരമാണ് മുസ്ലിങ്ങളെ നശിപ്പിക്കാനെന്ന് കരുതി മുസ്ലിങ്ങൾക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചത്. ആ യുദ്ധം പ്രഖ്യാപിച്ച സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ സലമയെ വിളിച്ചിട്ട് പറഞ്ഞു, അബൂ സലമ, താങ്കൾ ബനു അസദ് ഗോത്രക്കാരടുക്കിലേക്ക് പോകണം. 150 ആളുകളും അദ്ദേഹത്തിൻ്റെ കൂടെ നിയോഗിച്ചു. ആ യുദ്ധത്തിനായിട്ട് അദ്ദേഹത്തെയാണ് നിയോഗിച്ചിട്ടുള്ളത്. ഉണങ്ങിയ മുറിവുമായി അദ്ദേഹം പോവുകയും യുദ്ധം നടത്തുകയും വിജയിച്ചുകൊണ്ട് തിരിച്ചു വരികയും ചെയ്തു. പക്ഷേ മുറിവ് ഉൾഭാഗം ഉണങ്ങിയിരുന്നില്ല, മുകൾ ഭാഗം മാത്രമായിരുന്നു ഉണങ്ങിയിരുന്നത്. ആ മുറിവിൻ്റെ ഉള്ളിൽ നിന്ന് പഴുക്കുകയും അതിൽ നിന്ന് രക്തവും മറ്റും പുറത്തേക്ക് വരികയും ചെയ്തുകൊണ്ടിരുന്നു. ദിവസങ്ങളോളം അദ്ദേഹം ശയ്യയിൽ കിടക്കേണ്ടി വന്നു. അള്ളാഹുവിൻ്റെ റസൂല് സുഖമില്ലാതെ കടന്ന സന്ദർഭത്തിൽ എല്ലാ ദിവസവും 1-2 തവണ അബൂ സലമ അള്ളാഹുവിൻ്റെ വീട്ടിലേക്ക് വരും, അദ്ദേഹത്തെ സന്ദർശിക്കുകയും സമാധാനിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഏതാനും ദിവസങ്ങളോളം കഴിഞ്ഞു. അബൂ സലമ റളിയല്ലാഹു അൻഹുവിന് തന്നെ തോന്നി, ഇനി ഞാൻ മരണത്തിലേക്കായിരിക്കും എത്തുക എന്നുള്ളത്. മോചനത്തിൻ്റെ സാധ്യത തൻ്റെ മുമ്പിലില്ല. കാരണം മുറിവ് അത്രയും ആഴത്തിലുള്ളതാണ്, അത് മാരകമായിരിക്കുന്നു, മരുന്നുകളൊന്നും ഫലം ചെയ്യാത്ത സാഹചര്യമായിട്ടുണ്ട്. അത്തരമൊരു സാഹചര്യമായതുകൊണ്ട് തന്നെ മരണം മുന്നിൽ കാണുകയാണ്. നിത്യേന അദ്ദേഹത്തെ പരിചരിച്ചുകൊണ്ടിരിക്കുന്ന ഉമ്മു സലമ റളിയല്ലാഹു അൻഹ അബൂ സലമയുടെ അടുത്ത് വന്നിരിക്കും, ആശ്വസിപ്പിക്കുന്നു. അതിൻ്റെ ഇടയിൽ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ അബൂ സലമയോടൊരു കാര്യം പറയുകയാണ്. നമ്മൾ ഈ ദുനിയാവിൽ ഭാര്യയും ഭർത്താവുമായി ജീവിച്ചു, നാളെ പരലോകത്ത് ഭർത്താവും ഭാര്യയുമായിട്ട് നമുക്ക് സ്വർഗത്തിൽ കഴിയണം. അതുകൊണ്ടൊരു കാര്യം കരാറ് ചെയ്യട്ടെ, ഞാനാണ് ആദ്യം മരിക്കുന്നത്, പിന്നെ നിങ്ങൾ ജീവിച്ചിരിക്കുകയാണെങ്കിൽ മറ്റൊരു സ്ത്രീയെ നിങ്ങൾ വിവാഹം ചെയ്യാതിരിക്കുക. നിങ്ങളാണ് ആദ്യം മരിക്കുന്നതെങ്കിൽ ഞാൻ മറ്റൊരാളെയും ഭർത്താവായി സ്വീകരിക്കില്ല. അങ്ങനെ ഒരു കരാറ് നമുക്ക് ചെയ്തുകൂടെ എന്ന് അബൂ സലമയോട് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ചോദിച്ചു. അപ്പോൾ അബൂ സലമ റളിയല്ലാഹു അൻഹ തിരിച്ചു ചോദിച്ചു, ഞാൻ പറയുന്നത് നീ കേൾക്കുമോ, അനുസരിക്കുമോ? തീർച്ചയായും അങ്ങ് എന്താണോ പറയുന്നത് ഞാൻ അനുസരിക്കും. എന്നാൽ എനിക്ക് നിന്നോട് പറയാനുള്ളത്, അത്തരം ഒരു കരാറ് നീ ചെയ്യേണ്ടതില്ല. എന്നിട്ട് അദ്ദേഹം അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ ർസുഖ് ഉമ്മ സലമ ബഅദി സൗജൻ ഖൈറൻ മിന്നി ലാ യുഹ്സിനുഹാ വലാ യുഅ്ദിഹാ. അല്ലാഹുവേ, എൻ്റെ കാലശേഷം എൻ്റെ ഈ ഉമ്മു സലമക്ക് നീ ഒരു ഭർത്താവിനെ നൽകണം. ആ മനുഷ്യൻ അവളെ ഉപദ്രവിക്കുന്നവനാകരുത്, അയാൾ അവളെ ദുഃഖിപ്പിക്കുന്നവനാകരുത്. അങ്ങനെ നല്ല ഒരു മനുഷ്യനെ ഉമ്മു സലമക്ക് നീ ഭർത്താവായി എൻ്റെ കാലശേഷം നൽകണമേ എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. സ്വാർത്ഥതയില്ല, നിസ്വാർത്ഥമായ ആത്മാർത്ഥമായൊരു പ്രാർത്ഥനയാണത്. തൻ്റെ ഭാര്യ തൻ്റെ മരണാനന്തരം തൻ്റെ കുഞ്ഞുങ്ങളെ നോക്കി ജീവിക്കണം, സ്വർഗത്തിൽ അവൾ എന്നോടൊപ്പം ഉണ്ടായിരിക്കണമെന്ന് ആഗ്രഹിക്കും മനുഷ്യൻ, സ്വാഭാവികമാണ്. പക്ഷേ ഇവിടെ അബൂ സലമ റളിയല്ലാഹു അൻഹ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയാത്ത അത്ഭുതകരമായ രീതിയിലുള്ള ഒരു പ്രാർത്ഥനയാണ് നടത്തുന്നത്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ അപ്പോൾ പറഞ്ഞത് ആലോചിച്ചു പോയി, ഈ അബൂ സലമയേക്കാൾ ഖൈറായൊരു മനുഷ്യൻ ആരുണ്ട്? ഇദ്ദേഹത്തെക്കാൾ എന്നെ സ്നേഹിക്കുന്ന, എനിക്ക് വേണ്ടി നന്മ ചെയ്യുന്ന, എന്നെ ബുദ്ധിമുട്ടിക്കാതെ ദുഃഖിപ്പിക്കാത്തൊരു നല്ല മനുഷ്യനായിട്ട് ആരാണ് ഈ രാജ്യത്തുള്ളത് എന്ന് ആലോചിക്കുകയും അങ്ങനെ അബൂ സലമയുടെ മരണം വരെയും അദ്ദേഹത്തെ പരിചരിക്കുകയും ചെയ്തു. മരണപ്പെടുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ എത്തിയിരുന്നു. കണ്ണ് മിഴിച്ചു കിടക്കുകയാണ്. അള്ളാഹുവിൻ്റെ റസൂല് ആ 2 കണ്ണും തൻ്റെ കൈ കൊണ്ടടച്ചു. എന്നിട്ട് ആളുകളോട് പറഞ്ഞു, ഒരാൾ മരിക്കുന്ന സമയത്ത് അയാളുടെ കണ്ണ് റൂഹിനെ അനുധാവനം ചെയ്യും. റൂഹ് വേർപെട്ടു പോവുകയാണ്. ആ വേർപെട്ടു പോകുന്ന റൂഹിനെ നോക്കിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് മരിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ കണ്ണടക്കുക. അള്ളാഹുവിൻ്റെ റസൂൽ ആ സമയത്ത് പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഗ്ഫിർലി അബീ സലമ, അള്ളാഹുവെ അബൂ സലമക്ക് നീ പുറത്തു കൊടുക്കണമേ, അദ്ദേഹത്തിന് നീ കാരുണ്യം ചെയ്യണമേ, അദ്ദേഹത്തിൻ്റെ പരലോക ജീവിതം നീ അനുഗ്രഹിക്കണമേ, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് നല്ലൊരു പകരം, നല്ലൊരു അവസ്ഥ നീ ഉണ്ടാക്കണേ, ഈ മുസീബത്തിൽ ഇവർക്ക് നീ പ്രതിഫലം നൽകണമേ എന്ന്
അള്ളാഹു റസൂൽ അവിടെ വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. മയ്യത്ത് നമസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പതിവിന് വ്യത്യസ്തമായി 9 തക്ബീർ ചൊല്ലിയിരുന്നു. അബൂ സലമ റളിയല്ലാഹു അൻഹു നൽകിയിട്ടുള്ള അംഗീകാരമാണത്. പ്രവാചകൻ്റെ മനസ്സിൽ അബൂ സലമയോടുള്ള ബന്ധമാണ്. കുടുംബ ബന്ധത്തേക്കാളുപരി ഇസ്ലാമിന് വേണ്ടി ആദ്യകാലം മുസ്ലിമായത് മുതൽ ത്യാഗം അനുഭവിച്ചൊരു വ്യക്തിയാണ്. ഇസ്ലാമിന് വേണ്ടി മഹത്തായ സേവനം ചെയ്തൊരു വ്യക്തി കൂടിയാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 9 തക്ബീർ ചൊല്ലി. നമസ്കാരം കഴിഞ്ഞ ശേഷം ചിലർ ചോദിച്ചു, പ്രവാചകരെ, എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്, അങ്ങ് മറന്നുപോയതാണോ അതല്ല ഓർമ്മയോടുകൂടെ തന്നെ ചെയ്തതാണോ? പ്രവാചകൻ പറഞ്ഞു, ഞാൻ മറന്നിട്ടില്ല, ഞാൻ 9 തക്ബീർ ചൊല്ലിയത് തന്നെയാണ് എന്ന് പ്രവാചകൻ അതിന് മറുപടിയും പറയുകയുണ്ടായി. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ആ സന്ദർഭത്തിൽ സ്വാഭാവികമാണ്, ഒരു ഭർത്താവിൻ്റെ വേർപാടിൽ ഏതൊരു സ്ത്രീക്കും ദുഃഖമുണ്ടാകും. അതുകൊണ്ട് തന്നെ കണ്ണുനീര് പൊഴിക്കുകയും കരയാൻ ആരംഭിക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു പ്രാർത്ഥനയുണ്ട്, മുസീബത്ത് വരുമ്പോൾ പ്രാർത്ഥിക്കേണ്ടത്. അത് അബൂ സലമ റളിയല്ലാഹു അൻഹു തന്നെ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയെ പഠിപ്പിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് ആ പ്രാർത്ഥന ചൊല്ലാൻ പ്രവാചകൻ നിർദ്ദേശിച്ചു. അല്ലാഹുമ്മ അജ്ർനി ഫീ മുസീബത്തി വഅഖ്ബിനി ഖൈറൻ മിൻഹാ. അല്ലാഹുവേ, എൻ്റെ ഈ വിപത്തിൽ എനിക്ക് നീ പ്രതിഫലം നൽകണമേ, ഇതിനേക്കാളും നല്ലത് എനിക്ക് പകരം നീ നൽകണമേ. അങ്ങനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഉമ്മു സലമ റളിയല്ലാഹു അൻഹയോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രവാചകൻ പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ അവിടെ എത്തിച്ചേർന്ന മറ്റൊരു സ്ത്രീ അബൂ സലമയെക്കുറിച്ച് പരാമർശിക്കുകയും കരയാനൊരുങ്ങുകയും ചെയ്തു. അല്ലാഹു റസൂൽ ആ സ്ത്രീയോട് ചോദിച്ചു, അതുരീദീന ലിശ്ശൈത്വാനി ബൈതൻ അഖ്റജഹുല്ലാഹു മിൻഹു. ഈ വീട്ടിൽ നിന്ന് പിശാചിനെ അല്ലാഹു പുറത്താക്കിയിട്ടുണ്ട്, ആ പിശാചിനെ വീണ്ടും തിരിച്ചു കൊണ്ടുവരാനാണോ ഉദ്ദേശിക്കുന്നത്? ഇത് കേട്ടപ്പോൾ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുകയാണ്, കരയാൻ എനിക്കുണ്ടായിരുന്നു, കരയാൻ എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു, പക്ഷേ ഞാൻ അനുസരിച്ചു. പ്രവാചകൻ്റെ ആ ഉപദേശം ഞാനത് സ്വീകരിച്ചുകൊണ്ട് തന്നെ കണ്ണുനീർ വാർക്കാതെ ഞാൻ മാറി നിന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏതൊരു നിർദ്ദേശവും ഏത് ഘട്ടത്തിലും അനുസരിക്കുന്ന സ്വഭാവം സഹാബത്തിനുണ്ടായിരുന്നു. സ്വാഭാവികമായും ഇത്തരമൊരു ഘട്ടത്തിൽ സ്ത്രീ കരഞ്ഞു പോകും. സ്ത്രീ എന്നല്ല, സ്വന്തക്കാരായ ആളുകൾ ആരാണെങ്കിലും കരയും. ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിൻ്റെ വേർപാട്, അത് തന്നെ 4 അനാഥ കുട്ടികളുടെ ഒരു പിതാവ്, അതെല്ലാം ഓർക്കുമ്പോൾ വിഷമമുണ്ടാകും. മദീനയിൽ അവർക്ക് കുടുംബങ്ങളായി ആരുമില്ല, അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളില്ല, അവരുടെ ബന്ധുക്കളുമില്ല. അതുകൊണ്ട് തീർത്തും ഒറ്റപ്പെട്ടൊരവസ്ഥയാണ് ഇനി വരാനിരിക്കുന്നത്. ഇതെല്ലാം ആലോചിക്കുന്ന ഘട്ടത്തിൽ സ്വാഭാവികമായും കരഞ്ഞു പോകാം. പക്ഷേ കരയാനുണ്ടെങ്കിലും അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ ആ നിർദ്ദേശം കേട്ടപ്പോൾ തീർത്തും അനുസരിക്കുകയുണ്ടായി. അങ്ങനെയുള്ളൊരു അനുസരണമായിരുന്നു സഹാബികൾക്കിടയിൽ പ്രവാചകൻ വളർത്തിയെടുത്തത്, അവർ പ്രവാചകന് നൽകിയിരുന്നത്. പിന്നീടുള്ള ദിവസങ്ങളിൽ പ്രവാചകൻ സന്ദർശിക്കുന്നു, സഹാബികളിലെ പ്രമുഖരായ ആളുകൾ സന്ദർശിക്കുന്നു, ആ വീട്ടിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു, ആ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. യുദ്ധകാലം കഴിഞ്ഞു. മരണപ്പെട്ടു കഴിഞ്ഞാൽ 4 മാസവും 10 ദിനവുമാണ് യുദ്ധകാലമായി ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ളത്. ആ കാലം അത്രയും ആഭരണങ്ങളോ സൗന്ദര്യത്തിൻ്റെ പ്രകടനങ്ങളോ ഇല്ലാതെ കഴിയുക എന്നതാണ്. അതിൻ്റെ ഇടയിൽ വിവാഹാന്വേഷണമോ വിവാഹമോ നടത്താൻ പാടില്ല. പകൽ സമയത്ത് അത്യാവശ്യത്തിന് പുറത്തു പോകാം, രാത്രികാലങ്ങളിൽ ആ വീട്ടിൽ തന്നെ കഴിയുകയും ചെയ്യണം. അതല്ലാതെ ഒരു മറകെട്ടി ഉണ്ടാക്കി എവിടെയെങ്കിലും പോയി ഇരിക്കുക, അതല്ലെങ്കിൽ അതിനുവേണ്ടി പ്രത്യേകമായ വേഷവിധാനങ്ങളൊന്നുമില്ല. ഇങ്ങനെയുള്ള യുദ്ധകാലമാണ് 4 മാസവും 10 ദിവസവും. അത് കഴിഞ്ഞു. അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഈ കുടുംബത്തെക്കുറിച്ചുള്ള ആലോചനയാണ് സഹാബികൾക്കിടയിലുള്ളത്. സഹാബത്ത് സ്വീകരിച്ചിരുന്ന നിലപാട് വളരെ ശ്രദ്ധേയമാണ്. ഇസ്ലാമിന് വേണ്ടി പോരാട്ടം നടത്തുന്ന ആളുകൾ, ഇസ്ലാമിന് വേണ്ടി ജിഹാദിന് പോകുന്ന ആളുകൾ മരണപ്പെട്ട് കഴിയുമ്പോൾ ആ കുടുംബം അനാഥയാവുകയാണ്. ആ കുടുംബം അനാഥയാവുകയാണ്. ആ അനാഥ കുടുംബത്തിൻ്റെ സംരക്ഷണം ആരെങ്കിലും ഒരാൾ ഏറ്റെടുക്കാൻ അവർ സന്നദ്ധരായിരുന്നു. ഒരു അന്യസ്ത്രീയുടെ വീട്ടിലേക്ക് അന്യപുരുഷന്മാർ വരികയും പോവുകയും ചെയ്യുന്നത് ഉചിതമല്ല. നേരെ മറിച്ച് ആ കുടുംബത്തിൻ്റെ സംരക്ഷണം ഏറ്റെടുക്കുകയും അതിലെ കുട്ടികൾക്ക് മാന്യമായൊരു ജീവിതം നൽകുകയും ചെയ്തുകൊണ്ട് അന്തസ്സാർന്ന രീതിയിലുള്ള ബഹുഭാരിത്വമായിരുന്നു സ്വീകരിച്ചിരുന്നത്. വിവാഹം ചെയ്യാത്ത ആളുകളാണെങ്കിൽ അവർ വിവാഹം ചെയ്യുന്നു, വിവാഹിതരായ ആളുകളാണെങ്കിൽ, വിവാഹം ചെയ്തിട്ടുള്ള ആളുകളാണെങ്കിൽ
അവരും ഇത്തരം കുടുംബത്തിൻ്റെ സംരക്ഷണം ഏറ്റെടുക്കുകയും അത് ഒരു ഭാര്യ പദവി നൽകിക്കൊണ്ട് തന്നെ ആ കാര്യം അവർക്ക് നിർവഹിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ തീർത്തും ഒറ്റപ്പെട്ട ഭർത്താവിൻ്റെയും ഭാര്യയുടെയും ബന്ധുക്കളില്ലാത്ത ആ കുടുംബത്തിൻ്റെ അനാഥകളുടെ സംരക്ഷണം ഏറ്റെടുക്കുവാൻ മുന്നോട്ട് വന്നത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവാണ്. അദ്ദേഹം ഉമ്മു സലമ റളിയല്ലാഹു അൻഹയെ വിവാഹത്തെക്കുറിച്ച് സംസാരിച്ചു. ഉമ്മു സലമ റളിയല്ലാഹു അൻഹയ്ക്ക് താല്പര്യമില്ല, ഒരു വിവാഹ ജീവിതത്തെക്കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല. പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹു വിവാഹാന്വേഷണവുമായി വന്നു. ഉമർ റളിയല്ലാഹു അൻഹുവോടും അതേ രൂപത്തിൽ തന്നെയാണ് പ്രതികരിച്ചത്. അങ്ങനെ വന്നപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ വിവാഹാന്വേഷണം നടത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അന്വേഷണം വന്നപ്പോൾ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പ്രതികരിച്ചത്, കുറേ കുട്ടികളുണ്ട്, 4 കുട്ടികളുടെ മാതാവാണ് ഞാൻ, യുവത്വം പിന്നിട്ട് യുവത്വത്തിൻ്റെ കാലഘട്ടം കഴിഞ്ഞുപോയൊരു സ്ത്രീയാണ് ഞാനാണെങ്കിൽ കുറച്ച് കോപം കൂടിയ സ്ത്രീയുമാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ്റെ കൂടെ ജീവിക്കുമ്പോൾ ഞാൻ പ്രവാചകനൊരു ഭാരവും പ്രയാസവുമായി തീരില്ലേ എന്നതായിരുന്നു ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ആലോചിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിനക്ക് യുവത്വം കഴിഞ്ഞിട്ടുണ്ട് എന്നത് നീ വേവലാതിപ്പെടേണ്ടതില്ല. ഫഅന അക്ബറു മിൻകി, നിന്നേക്കാളും പ്രായമുള്ളവനാണ് ഞാൻ. അതുകൊണ്ട് വയസ്സ് കൂടി എന്നുള്ളത് നീ കരുതേണ്ടതില്ല. വഅമ്മൽ അയ്യാൽ ഫഇലല്ലാഹി വറസൂലിഹി, കുട്ടികൾ അത് അല്ലാഹുവിൻ്റെയും റസൂലിൻ്റെയും സംരക്ഷണത്തിലാണ്. ആ അനാഥകളുടെ സംരക്ഷണം ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്. നിനക്ക് കോപമുണ്ടാകുമെന്ന് പറഞ്ഞല്ലോ, ഫയുദ്ഹിബുഹല്ലാ, അത് അള്ളാഹു നിനക്കില്ലാതാക്കി തരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ പിതൃവ്യ പുത്രനാണ് അബൂ സലമ, അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്. അതുകൊണ്ട് ബന്ധുക്കൾ എന്ന് പറയാമെങ്കിൽ പ്രവാചകനാണ് അവിടെ ബന്ധുക്കളായിട്ടുള്ളത്, കുടുംബമായിട്ടുള്ളത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയുണ്ടായി. അങ്ങനെ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഉമ്മഹാത്തുൽ മുഅ്മിനുകളിൽ ഒരാളായി മാറി, പ്രവാചകൻ്റെ ഭാര്യ പദവിയുള്ള സ്ത്രീയായി മാറി. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുകയാണ്, അബൂ സലമ റളിയല്ലാഹു അൻഹു മരിക്കുന്നതിൻ്റെ മുമ്പ് അള്ളാഹുവിനോട് ദുആ ചെയ്തില്ലേ? ഞാൻ പലപ്പോഴും ആലോചിച്ചിരുന്നു, അബൂ സലമയേക്കാൾ ഉത്തമനായൊരു വ്യക്തി എനിക്ക് ആരെയാണ് കിട്ടാനുള്ളത് എന്ന്. പക്ഷേ പടച്ചവൻ്റെ തീരുമാനം അതായിരുന്നു. അതുകൊണ്ട് തന്നെ തൻ്റെ ഭർത്താവായിരുന്ന അബൂ സലമ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്തതുപോലെ, വിഷമഘട്ടങ്ങളിൽ ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്തതുപോലെ, പടച്ചവൻ്റെ തീരുമാനം എനിക്ക് അള്ളാഹുവിൻ്റെ റസൂലിനെ ഭർത്താവായി ലഭിക്കുകയായിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായി തീരുകയും അനുഗ്രഹീതമായ വിവാഹം നടക്കുകയും ചെയ്തു. വളരെ ചെറിയ ലളിതമായ ചടങ്ങായിട്ടാണ് വിവാഹം നടന്നത്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ മകൻ ഉമറുണ്ട്, ഉമറാണ് വിവാഹം നടത്തി കൊടുത്തിട്ടുള്ളത്. വലിയായിട്ട് ഉമറാണുള്ളത്. ഉമറാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആ വിവാഹം നടത്തി കൊടുത്തത്. ക്ഷമയുടെയും സഹനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ചരിത്രം സൃഷ്ടിച്ച ആ സ്ത്രീക്ക് അള്ളാഹു നൽകിയിട്ടുള്ള ഭൗതിക ലോകത്ത് നൽകിയൊരു പ്രതിഫലമാണ് അള്ളാഹുവിൻ റസൂലിൻ്റെ ഭാര്യയായി തീരുക, ഉമ്മുൽ മുഅ്മിനീനായി തീരുക എന്ന അത്യുന്നതമായ സ്ഥാനം. ആ ഉന്നത സ്ഥാനമാണ് ലഭിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് സൈനബ ബിൻത് ഖുസൈമ റളിയല്ലാഹു അൻഹയുടെ റൂമായിരുന്നു. ഉമ്മുൽ മസാക്കീൻ, പാവപ്പെട്ടവരുടെ മാതാവെന്നറിയപ്പെട്ടിരുന്ന ആ സ്ത്രീ മരിച്ചുപോയിരുന്നു. അവരുടെ റൂമാണ് ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുന്നൊരു സന്ദർഭം, ശ്രദ്ധേയമായൊരു കാര്യം അതിലുള്ളത്, ആദ്യമായി പ്രവാചകൻ്റെ ഭാര്യയായിക്കൊണ്ട് ആ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ഏതാനും ചില പാത്രങ്ങളും കുറച്ച് സാധനങ്ങളുമാണ് ആ വീട്ടിലുള്ളത്. ഒരു പാത്രത്തിൽ കൈയിട്ട് നോക്കിയപ്പോൾ അതിൽ കുറച്ച് ഗോതമ്പുണ്ട്, മറ്റൊരു പാത്രത്തിൽ കുറച്ച് കൊഴുപ്പുണ്ട്, നെയ്യുണ്ട്. അങ്ങനെ അന്ന് വൈകുന്നേരം പ്രവാചകൻ്റെ ഭാര്യയായി, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ പുതിയ പെണ്ണായി, പുതുനാരിയായിട്ട് ആ വീട്ടിലേക്ക് വന്നു. അന്ന് രാത്രി ചെയ്യുന്നത് ആ ഗോതമ്പ് ആസുകല്ലിട്ട് തിരിക്കുകയാണ്. അന്ന് തന്നെ വീട്ടുജോലി ആരംഭിച്ചു. അങ്ങനെ ആദ്യ രാത്രിയുടെ ജീവിതത്തിലെ അനുഭവം അവർ വിശദീകരിക്കുന്നത് അങ്ങനെയാണ്: അവ്വലൽ ഇശാ അറൂസൻ ആഖിറൽ ലൈലി തത്ഹൻ. മഗ്രിബിൻ്റെ സമയത്ത് അറൂസായിട്ട് പുതുവെണ്ണായിട്ട് വന്നു. എന്നാൽ അന്ന് രാത്രിയാകുമ്പോൾ ഗോതമ്പ് പൊടിച്ചുകൊണ്ട് വീട്ടുജോലി ആരംഭിച്ചു.
ഇന്ന് നമ്മുടെ സമൂഹത്തിലൊക്കെ ഇത് പഠിപ്പിക്കേണ്ട ഒരു സംഗതികളാണ്. വിവാഹിതയായി വരുന്ന പെൺകുട്ടികൾ എത്ര വർഷം കഴിഞ്ഞാലും പുതിയ പെണ്ണ. വീട്ടിലെ ഉമ്മമാർ അടുക്കളയിൽ എല്ലാ ജോലിയും ചെയ്യുക, പ്രായമുള്ള ആ ഉമ്മമാർ ജോലി ചെയ്യുക, യുവതികൾ സമയമാകുമ്പോൾ വന്ന് ഭക്ഷിക്കുക. അതല്ല പ്രവാചകൻ്റെയും സഹാബത്തിൻ്റെയും ചരിത്രം. ആ ചരിത്രമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. വന്ന ആദ്യ ദിനം തന്നെ വീട്ടിൽ ആവശ്യമായ ഭക്ഷ്യപദാർത്ഥങ്ങൾ ഉണ്ടാക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ചെറിയ കുട്ടിയായ സൈനബ, ആ കുട്ടിയെ വളരെയധികം സ്നേഹിച്ചിരുന്നു. ആ കുട്ടിയെ പ്രത്യേകമായ സ്നേഹത്തിലാണ് പ്രവാചകൻ വളർത്തിയിരുന്നത്. ഈ കുട്ടികളെല്ലാം തൻ്റെ വളർത്തുപുത്രന്മാരെന്ന നിലക്ക് പ്രവാചകൻ ശ്രദ്ധയോടെ വളർത്തി. ഒരു രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വീട്ടിലേക്ക് വരുന്നു. ആ സമയത്ത് വെളിച്ചമില്ല, ഇരുട്ടാണ്. അതുകൊണ്ട് തന്നെ ഇരുട്ടത്താണ് പ്രവാചകനുള്ളത്. അങ്ങനെയൊക്കെ റസൂലിൻ്റെ വീട്ടിലുണ്ടാകും. വിളക്ക് കത്തിക്കാത്ത ദിനങ്ങളൊക്കെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പ്രവാചകൻ ലോകത്തോട് വിട പറയുന്ന ആ ആഴ്ചയിൽ വിളക്ക് കത്തിക്കാൻ എണ്ണയില്ലാത്തതുകൊണ്ട് അൻസാരികളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന എണ്ണയായിരുന്നു വിളക്ക് കത്തിക്കാൻ ഉപയോഗിച്ചത് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ അവസാനത്തെ ദിവസങ്ങൾ പറയുമ്പോൾ നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. വിളക്കില്ലാത്ത ഇരുട്ടുള്ള ദിവസത്തിൽ പ്രവാചകൻ വന്നപ്പോൾ പറയുകയാണ്, നോക്കൂ, നമ്മളൊക്കെ കുഞ്ഞ് സൈനബ് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാകും, അറിയാതെ ഞാൻ ചവിട്ടിപ്പോകാം, അതുകൊണ്ട് എവിടെയാണ് സൈനബ് ഉള്ളത് എന്ന് പ്രവാചകൻ ചോദിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിയോട് കാണിച്ചിരുന്ന സ്നേഹം അതായിരുന്നു. അഥവാ അബൂ സലമ റളിയല്ലാഹു അൻഹുവിൻ്റെ നഷ്ടം, ഒരു പിതാവിൻ്റെ നഷ്ടം അനുഭവിക്കാത്ത രീതിയിൽ ആ കുഞ്ഞുങ്ങളെ സ്നേഹത്തിലും തലോടിയും കൊണ്ട് പ്രവാചകൻ വളർത്തുകയാണ്. പകരം ഒരു പിതാവായിക്കൊണ്ട് പ്രവാചകൻ അവിടെ പെരുമാറുകയാണ്. അനാഥകളെ സ്നേഹിക്കണമെന്നുള്ളത് ഇസ്ലാം പഠിപ്പിക്കുന്ന വലിയൊരു സന്ദേശമാണ്. ആദരിക്കണമെന്നതാണ് ഇസ്ലാം പഠിപ്പിച്ചത്. ആദരിക്കണമെന്നതാണ് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ട സംഗതികളാണ്. അനാഥയെ സംരക്ഷിക്കണം എന്നല്ല പഠിപ്പിച്ചത്. ഭക്ഷണവും വെള്ളവും ജീവിത സൗകര്യങ്ങളും നൽകണമെന്നതല്ല പഠിപ്പിച്ചത്. മറിച്ച് തുക്രീമൂനൽ യതീം, അനാഥയെ നിങ്ങൾ ആദരിക്കണമെന്നതാണ്. ഒരനാഥയാണ് എന്നവൻ്റെ മനസ്സിൽ തോന്നരുത്. പിതാക്കന്മാരെ കൈപിടിച്ച് നടന്നു പോകുന്നത് കാണുമ്പോൾ അനാഥക്കുട്ടിയുടെ മനസ്സിൽ വേദന തോന്നും. എൻ്റെ പിതാവില്ലാത്തത് കൊണ്ടായിരുന്നല്ലോ ഞാനിത് അനുഭവിക്കുന്നത്. പുതുവസ്ത്രങ്ങൾ ധരിച്ച് ഈദ്ഗാഹിലേക്ക് നടന്നു പോകുന്നത് കാണുമ്പോൾ ആ കുഞ്ഞിൻ്റെ മനസ്സിൽ തൻ്റെ പിതാവിൻ്റെ ഓർമ്മകളുണ്ടാകും. ആ ഒരു ദുഃഖം ഒരനാഥ കുട്ടിയുടെ മനസ്സിലുണ്ടാവരുത്. അതുകൊണ്ടാണ് ആദരിക്കണമെന്ന് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ അനാഥക്ക് ഭക്ഷണം കൊടുക്കണമെന്ന് പഠിപ്പിച്ചതിൻ്റെ പുറമെ നിങ്ങൾ അവനെ തലോടണമെന്ന് പഠിപ്പിച്ചു. നിങ്ങളവനെ തലോടുമ്പോൾ നിങ്ങളുടെ കയ്യിൻ്റെ ഉള്ളിൽപ്പെടുന്ന രോമത്തിൻ്റെ എണ്ണമനുസരിച്ച് പുണ്യമുണ്ടാകുമെന്ന് പഠിപ്പിച്ചു. കാരണം ഒരു പിതാവിൻ്റെ തലോടൽ ആഗ്രഹിക്കുന്നവനാണ് ഒരു കുട്ടി. അത് ലഭിക്കാത്തതിൻ്റെ ദുഃഖം അനുഭവിക്കുന്നവനാണ് അനാഥ. ആ തലോടുന്ന സ്നേഹത്തിൻ്റെ പെരുമാറ്റങ്ങളാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ആ കുഞ്ഞുങ്ങൾക്ക് ലഭിച്ചത്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഉമ്മുൽ മുഅ്മിനീനായി മാറിയപ്പോൾ ആ കുട്ടികൾക്കൊരു പിതൃത്വത്തിൻ്റെ, പിതാവിൻ്റെ മാനസികാവസ്ഥ ഉൾക്കൊണ്ടുകൊണ്ടുള്ള പെരുമാറ്റമാണ് അനാഥകളായ കുട്ടികൾക്ക് പ്രവാചകൻ ലഭിച്ചത്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ്റെ വളർത്തുപുത്രന്മാരായി മാറാൻ അവർക്ക് സാധിച്ചു. ഇവിടെ നാം മനസ്സിലാക്കുന്നത്, വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്ന മഹത്തായൊരു സന്ദേശമുണ്ട്. ആ സന്ദേശമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അനാഥകളോടുള്ള സമീപനത്തെ സംബന്ധിച്ച് വളരെ ഗൗരവത്തിലാണ് ഖുർആൻ മുസ്ലിം സമൂഹത്തെ പഠിപ്പിച്ചിട്ടുള്ളത്. പിന്നീട് അങ്ങോട്ടുള്ള ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ ജീവിതം എക്കാലത്തെയും മുസ്ലിങ്ങൾക്ക് പാഠമുള്ളതാണ്. ഇന്ന് നമ്മുടെ മുസ്ലിം സമൂഹത്തിൻ്റെ പൊതുവായ അവസ്ഥ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുക, പരിസരത്ത് എന്ത് നടക്കുന്നു എന്ന് പോലും അറിയാത്തവരാണ്. അയൽവക്കങ്ങൾ എന്ത് നടക്കുന്നു എന്ന് അറിയേണ്ട ആവശ്യമില്ലെന്ന് പറയുന്നവരാണ്. ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ കുഞ്ഞുങ്ങളും, അതല്ലെങ്കിൽ ഞാനും എൻ്റെ മാതാപിതാക്കളും, അങ്ങനെ വളരെ ചെറിയ ഒരു തുരുത്തുണ്ടാക്കി ആ തുരുത്തിൻ്റെ ഉള്ളിൽ ജീവിക്കുന്നൊരവസ്ഥയാണ്. അവനവനിൽ ഒതുങ്ങുന്നവരല്ല വിശ്വാസികൾ സഹോദരങ്ങളാണ്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, വിശ്വാസികൾ സഹോദരങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആ സാഹോദര്യത്തിൻ്റെ ബന്ധം മുസ്ലിം സമൂഹത്തിൽ പ്രകടമാകണം. ഒരാളുടെ ദുഃഖം മറ്റുള്ളവരുടെ ദുഃഖമായി തീരണം, ഒരാളുടെ സന്തോഷം മറ്റുള്ളവരുടെ സന്തോഷമായി തീരണം.
അങ്ങനെ ആകണമെങ്കിൽ സമൂഹത്തെക്കുറിച്ച് ബോധമുള്ളവരാകണം, അയൽവക്കങ്ങളെക്കുറിച്ച് ബോധമുള്ളവരാകണം. ആരാണ് പട്ടിണിക്കാരനെന്ന് അറിയണമെങ്കിൽ പരിസരത്തുള്ള ആളുകളുടെ ജീവിതത്തെക്കുറിച്ച് അന്വേഷിക്കുകയും അറിയുകയും ചെയ്യണം. ആരാണ് സന്തോഷം അനുഭവിക്കുന്നതെന്ന് അറിഞ്ഞെങ്കിലേ ആ സന്തോഷം അനുഭവിക്കുന്നവരെ ആശീർവദിക്കുവാൻ, അവനെ സന്തോഷിപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ സന്തോഷത്തിനും സന്താപത്തിനും പങ്കെടുത്തുന്ന ഒരു ബന്ധമായിരുന്നു ഈമാൻ വിശ്വാസികൾക്കുണ്ടാക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ ജീവിതത്തിൽ പരിസര ബോധത്തോടുകൂടെയുള്ള അനേകം സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വളരെ ശ്രദ്ധേയമായ 1-2 സംഭവങ്ങൾ മാത്രമാണ് സൂചിപ്പിക്കുന്നത്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹക്ക് അള്ളാഹുവിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഒരു അനുഗ്രഹം, പ്രവാചകൻ്റെ ഭാര്യമാർക്കുണ്ടായിരുന്ന ഒരു അനുഗ്രഹത്തിൽ ഒന്ന് ഉമ്മു സലമ റളിയല്ലാഹു അൻഹക്ക് ലഭിച്ചു. അത് ലഭിച്ചിട്ടുള്ള മറ്റൊരാൾ ആയിഷ റളിയല്ലാഹു അൻഹ മാത്രമാണ്. അള്ളാഹുവിൽ നിന്നുള്ള വഹയ്യ് പ്രവാചകന് ലഭിക്കുക തൻ്റെ ഭാര്യയുടെ സമീപത്തായിരിക്കുന്ന സമയത്ത് ഈ അനുഗ്രഹം ഉമ്മു സലമ റളിയല്ലാഹു അൻഹക്കുണ്ടായി. അബൂ ലുബാബ റളിയല്ലാഹു അൻഹു, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൂതനായി ബനൂ ഖുറൈള യഹൂദ ഗോത്രത്തിലേക്ക് പോയിരുന്നു. അവർ ഇസ്ലാമിനെതിരെ കരാർ ലംഘിച്ചുകൊണ്ട് രംഗത്ത് വന്ന സമയമാണ്. കോട്ടകളിൽ ആയുധം ശേഖരിച്ചുകൊണ്ട് മുസ്ലിങ്ങളോട് യുദ്ധം പ്രഖ്യാപിച്ച സന്ദർഭം. ആ സന്ദർഭത്തിൽ അവരുമായി നേരത്തെ സഖ്യമുണ്ടായിരുന്ന ഗോത്രമാണ് അബൂ ലുബാബ റളിയല്ലാഹു അൻഹുവിൻ്റെ ഗോത്രം. ആ അൻസാരിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരടുക്കലേക്ക് പറഞ്ഞയച്ചു. ശത്രുവിഭാഗത്തിൻ്റെ കോട്ട മുസ്ലിങ്ങൾ ഉപരോധിച്ചിട്ടുണ്ട്, ഇനി എന്താണ് പരിഹാരം, അവരോട് കീഴടങ്ങാൻ പറയുവാൻ. അങ്ങനെ അബൂ ലുബാബ റളിയല്ലാഹു അൻഹു ചെന്നു. അവർ പറഞ്ഞു, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അബൂ ലുബാബ, നീ ഞങ്ങളുടെ കൂട്ടുകാരനാണല്ലോ. അബൂ ലുബാബ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മുഹമ്മദിൻ്റെ വിധി എന്താണോ അതനുസരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ കീഴടങ്ങുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല, നിങ്ങൾക്കൊരു മാർഗവും ഇനിയില്ല. യുദ്ധം തുടരും, നിങ്ങൾ പൂർണ്ണമായും യുദ്ധത്തിൽ നശിപ്പിക്കപ്പെടും. അങ്ങനെ വന്നപ്പോൾ അവർ ചോദിച്ചു, എന്തായിരിക്കും മുഹമ്മദിൻ്റെ വിധി? അതൊരു സ്വകാര്യമാണ്. പ്രവാചകൻ എന്താണ് വിധിക്കുക എന്നുള്ളത് സ്വകാര്യമാണ്. പക്ഷേ പെട്ടെന്ന് അബൂ ലുബാബ തൻ്റെ കഴുത്തിൽ കൈ കൊണ്ട് ആംഗ്യം കാണിച്ചു. യോദ്ധാക്കളായ നിങ്ങൾക്ക് വരുന്ന, ആയുധമെടുത്ത് യുദ്ധം ചെയ്യുന്ന നിങ്ങൾക്ക് വരാനുള്ള വിധി ഇതാണെന്ന് കൈ കൊണ്ട് ആംഗ്യം കാണിച്ചു പോയി. കാണിച്ച ശേഷമാണ് അദ്ദേഹം ഓർത്തത്, പടച്ചവനെ, ഞാൻ പ്രവാചകൻ്റെ രഹസ്യമാണല്ലോ പുറത്തുവിട്ടത്, പടച്ചവനോട് ചെയ്ത വലിയൊരു ധിക്കാരമാണല്ലോ. അങ്ങേയറ്റം വേദനിച്ചു അദ്ദേഹം വന്ന് ഭാര്യയോട് പറഞ്ഞു, വരൂ നീ. അങ്ങനെ പള്ളിയുടെ തൂണിൽ അദ്ദേഹത്തെ ബന്ധിക്കാൻ പറഞ്ഞു. എന്നിട്ട് അള്ളാഹുവിനോട് അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവേ, ഞാൻ ഈ ചെയ്ത തെറ്റ് നീ എന്നോട് പൊറുക്കുവോളം, മാപ്പാക്കുവോളം ഞാൻ ഭക്ഷിക്കുകയില്ല, ഞാൻ കുടിക്കുകയില്ല. അങ്ങനെ മദീന പള്ളിയുടെ തൂണിലാണ് അദ്ദേഹം ഉള്ളത്. നമസ്കാര സമയം വരുമ്പോൾ ഭാര്യ വരും, അഴിച്ചു കൊടുക്കും, നമസ്കരിച്ചാൽ വീണ്ടും തൂണിൽ ബന്ധിക്കും. പടച്ചവൻ്റെ വിധി വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണുള്ളത്. സുബഹിൻ്റെ അല്പം മുമ്പ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് പുഞ്ചിരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിക്കുന്നത് കണ്ടപ്പോൾ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, മിമ്മ തദ്ഹഖു യാ റസൂലല്ലാഹ്, അൽഹഖല്ലാഹു സിന്നക്. വളരെ വിനീതമായി, ഏറ്റവും മാന്യമായ സ്വരത്തിൽ, കൃത്യമായ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് റസൂലിനോട് ചോദിക്കുകയാണ്, അള്ളാഹുവിൻ്റെ റസൂലെ, അങ്ങ് എന്താണ് ചിരിക്കുന്നത്? അങ്ങയുടെ പല്ലുകളെ അള്ളാഹു ചിരിപ്പിച്ചിട്ടുണ്ടല്ലോ, സന്തോഷമുള്ള എന്തോ കാര്യമുണ്ടായിട്ടുണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തീബ അല അബീ ലുബാബ, അബൂ ലുബാബയുടെ തൗബ അള്ളാഹു സ്വീകരിച്ചിരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ പശ്ചാത്താപം അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ട്. ആയത്ത് അവതരിച്ചു, വആഖറൂന അഅ്തറഫൂ ബിദുനൂബിഹിം ഖലതു അമലൻ സാലിഹാ വആഖറ സയ്യിഅ അസല്ലാഹു അൻ യതൂബ അലൈഹിം ഇന്നല്ലാഹ ഗഫൂറുർ റഹീം. സൂറത്ത് തൗബയിലെ 102-ാമത്തെ ആയത്ത്. ചില ആളുകൾ പാപങ്ങൾ ഏറ്റുപറഞ്ഞിരിക്കുന്നു, അവർ സൽക്കർമ്മങ്ങൾ ചെയ്തവരാണ്, എന്നാൽ അതോടൊപ്പം തിന്മയും ചെയ്തിട്ടുണ്ട്. ആ കുറ്റം അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞിട്ടുണ്ട്. അവരുടെ തൗബ ഇതാ പുറത്തേക്കാം. അള്ളാഹു ആണെങ്കിൽ വളരെ പൊറുക്കുന്നവനാണ്, വീണ്ടും കരുണ ചെയ്യുന്നവനാണ്. ഈ ആയത്ത് അവതരിച്ചുകൊണ്ടാണ്
അബൂ ലുബാബ റളിയല്ലാഹു അൻഹുവിൻ്റെ തൗബ സ്വീകരിച്ച വിവരം അറിയിച്ചത്. കേട്ട ഉടനെ തന്നെ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, അള്ളാഹുവിൻ്റെ റസൂലേ, ഞാൻ ഈ വിവരം അറിയിക്കട്ടെ എന്ന്. ഒരു മുസ്ലിമായ മനുഷ്യൻ്റെ പാപം അള്ളാഹു പുറത്തു കൊടുത്തു എന്നറിഞ്ഞപ്പോൾ ഞാൻ ഈ സന്തോഷ വാർത്ത അറിയിക്കട്ടെ എന്ന് റസൂലിനോട് ചോദിക്കുകയാണ്. നമ്മുടെ പെണ്ണുങ്ങളെ മാതിരിയല്ല, ആർക്കെന്ത് നേട്ടമുണ്ടായാലും എന്തോ ആയിക്കോട്ടെ എന്ന് പറയുന്ന സ്വഭാവമല്ല സ്വഹാബി വനിതകൾക്കുള്ളത്. റസൂലിനോട് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബലാ ഇൻ ശീതി, നീ ഉദ്ദേശിക്കുന്നത് ചെയ്തോ എന്ന് പറഞ്ഞു. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പള്ളിയുടെ വാതിലിൻ്റെ അടുത്ത് ചെന്നു. എന്നിട്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു, യാ അബാ ലുബാബ അബ്ശിർ ഫഖദ് താബല്ലാഹു അലൈക്. അബൂ ലുബാബ സന്തോഷിച്ചോളൂ, താങ്കളുടെ പശ്ചാത്താപം അല്ലാഹു സ്വീകരിച്ചിരിക്കുന്നു. ആ സന്തോഷ വാർത്ത അറിയിക്കുന്നത് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയാണ്. അവർ തമ്മിൽ കുടുംബക്കാരോ ബന്ധുക്കളോ അല്ല. പക്ഷേ ഒരു മുസ്ലിമായ മനുഷ്യൻ, ഒരു സത്യവിശ്വാസിയായ മനുഷ്യൻ്റെ ജീവിതത്തിൽ ലഭിക്കുന്ന വലിയൊരു അനുഗ്രഹമാണ് അയാളുടെ പാപം അല്ലാഹു പുറത്തു കൊടുക്കുക എന്നുള്ളത്. ആ സന്തോഷ വാർത്ത അറിയിക്കാൻ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ തന്നെ മുന്നോട്ട് വന്നത്. ഞാൻ സൂചിപ്പിക്കുന്ന ഇതുപോലുള്ള ഒരുപാട് സംഭവങ്ങൾ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് കാണാവുന്നതാണ്. ഒരു കുടുംബിനിയായി വീട്ടിൻ്റെ അകത്ത് ജീവിക്കുകയല്ല, മറിച്ച് മുസ്ലിം സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ അറിയുകയും ആ പ്രശ്നങ്ങളിൽ എന്താണോ ഗുണകരമായത്, നല്ല കാര്യങ്ങൾ, ആ സന്തോഷവും അതിൽ പങ്കാളിയാവുകയും ചെയ്യുന്ന കാര്യമാണ്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ യുദ്ധങ്ങളിൽ പങ്കെടുത്തു. മുറൈസി യുദ്ധത്തിൽ പങ്കെടുത്തു, ഖൈബർ യുദ്ധത്തിൽ പങ്കെടുത്തു, മക്ക ഫതഹിൽ പങ്കെടുത്തു, ത്വായിഫിൽ പങ്കെടുത്തു, ഹവാസിലും പങ്കെടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം മുസ്ലിം സ്ത്രീകൾ, സ്വഹാബി വനിതകൾ യുദ്ധങ്ങളിൽ പങ്കെടുത്തിരുന്നു. മുറിവേറ്റവരെ പരിചരിക്കുന്നു, ദാഹജലം ആവശ്യമുള്ളവർക്ക് കൊടുക്കുന്നു. ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഈ സ്വഹാബി വനിതകളാണ്. കഠിനാധ്വാനമാണ്, ഒരു യുദ്ധഭൂമിയിൽ അധ്വാനം തന്നെയാണ്. വളരെ സാഹസപ്പെട്ടും പ്രയാസപ്പെട്ടുമുള്ള ജോലിയാണത്. ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നത് ശമ്പളത്തിന് വേണ്ടിയല്ല, അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടാണ്. അതായിരുന്നു മുസ്ലിം വനിതകൾ. സമൂഹത്തിൽ വിഷമിക്കുന്ന ആളുകൾ ഉണ്ടാകുമ്പോൾ ആവശ്യമായ ഘട്ടങ്ങളിൽ തങ്ങളുടെ സേവനങ്ങൾ സമൂഹത്തിന് നൽകുന്നതിൽ പുണ്യം കണ്ടെത്തിയവരാണവർ. അതുകൊണ്ട് റബ്ബിൻ്റെ പുണ്യം ആഗ്രഹിച്ചിരുന്ന പ്രവാചകൻ്റെ ഭാര്യമാരടക്കമുള്ള ആളുകൾ ആ കാര്യത്തിലൊക്കെ പങ്കാളികളായിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ഹജ്ജിന് പോകുമ്പോൾ, ഉംറക്ക് പോകുമ്പോൾ അതിലും ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ പങ്കാളിത്തമുണ്ടായിരുന്നു. ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ ജീവിതത്തിൽ വളരെ ശ്രദ്ധേയമായൊരു സംഭവമായിരുന്നു ഹുദൈബിയ സന്ധിയുടെ ഒരു പ്രതിസന്ധി പരിഹരിച്ചത്. ഹുദൈബിയ സന്ധി കഴിഞ്ഞു. ആ സന്ധിയുടെ തീരുമാനമനുസരിച്ചുകൊണ്ട് ഉംറ നിർവഹിക്കാതെ പ്രവാചകനും സഹാബികളും മദീനയിലേക്ക് തിരിച്ചു പോകണം. തൽബിയത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഈ ആളുകളുടെ മുമ്പിൽ വന്നിട്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു, മക്കക്കാരും നമ്മളും തമ്മിൽ ഒരു കരാർ ഏർപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ആ കരാർ അനുസരിച്ചുകൊണ്ട് നമുക്ക് ഉംറ ചെയ്യാൻ പാടില്ല, മക്കയിലേക്ക് പ്രവേശനമില്ല. അതുകൊണ്ട് എല്ലാവരും ഉംറയിൽ നിന്ന് വിരമിക്കണം. ഉംറയിൽ നിന്ന് വിരമിക്കുക എന്ന് പറഞ്ഞാൽ മുടിയെടുക്കണം. മുടിയെടുത്തുകൊണ്ട് അതിൽ നിന്ന് വിരമിക്കണം, മൃഗബലി അറക്കണം. ഇതാണ് ചെയ്യാനുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് പറഞ്ഞെങ്കിലും ആരും സന്നദ്ധമായില്ല. അവർ കാത്തിരിക്കുകയാണ്, എന്തെങ്കിലും ഒരു പരിഹാരം ഇനിയും ഉണ്ടാകുമെന്ന്. എനിക്ക് 3 തവണ പ്രവാചകൻ ജനങ്ങളോട് പറഞ്ഞു. ആ കരാർ നടപ്പിലാക്കപ്പെടേണ്ട ആദ്യത്തെ അനുഭവം അതായിരുന്നു. ആളുകൾ ആരും ചെയ്തില്ല. പ്രവാചകൻ തൻ്റെ ഖൈമയിലേക്ക് വന്നത് വളരെ വിവർണമായ മുഖവുമായിട്ടാണ്. ആ മുഖത്ത് നിന്ന് കാര്യം മനസ്സിലാക്കിയ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ, അങ്ങ് വല്ലാതെ വിഷമിച്ചിരിക്കുന്നുവല്ലോ, എന്താണ് കാര്യം? ഉമ്മു സലമ റളിയല്ലാഹു അൻഹയോട് അല്ലാഹുവിൻ്റെ റസൂൽ കാര്യം പറഞ്ഞു. പ്രവാചകരെ, അങ്ങനെ തീരുമാനമാവുകയും അങ്ങ് ഉംറയിൽ നിന്ന് വിരമിക്കാൻ തീരുമാനിക്കുകയും ചെയ്തോ? തീർച്ചയായും മറ്റൊരു മാർഗവും ഇനിയില്ല. എങ്കിൽ അങ്ങ് ആദ്യം മുടി കളയുക, അങ്ങ് മൃഗത്തെ അറക്കുക, അപ്പോൾ ആളുകളത് ചെയ്തുകൊള്ളും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ ആ നിർദ്ദേശം മാനിച്ചു. ഹലാക്കിനെ വിളിച്ചുകൊണ്ട് മുടി കളയാൻ പറഞ്ഞു, മുടി കളഞ്ഞു, മൃഗത്തെ അറുത്തു. ഇത് കണ്ടപ്പോൾ സഹാബികൾക്ക് മനസ്സിലായി, ഇനി ഉംറയുടെ ഒരു പ്രതീക്ഷയും സാധ്യതയും അവശേഷിക്കുന്നില്ല. എല്ലാവരും ഉംറയിൽ നിന്ന് വിരമിച്ചു. അങ്ങനെ ബുദ്ധിമതിയായ ഒരു സ്ത്രീ കൂടിയായിരുന്നു ഉമ്മു സലമ റളിയല്ലാഹു അൻഹ.
പ്രവാചകനേക്കാളും ബുദ്ധിയുള്ളവളല്ല. പക്ഷേ അത്തരമൊരു സന്ദർഭത്തിൽ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട മാർഗം ഉമ്മു സലമ റളിയല്ലാഹു അൻഹ നിർദ്ദേശിക്കുന്നു. ആ അഭിപ്രായം പ്രവാചകൻ മാനിക്കുകയും ചെയ്യുന്നു. അല്ലാഹുവിൻ്റെ റസൂൽ ഒരു നല്ല ഭർത്താവ് കൂടിയായിരുന്നു. പെണ്ണുങ്ങൾ എന്ത് പറഞ്ഞാലും തള്ളിക്കളയുക എന്ന് പറയുന്നത് നല്ലൊരു ഗുണമല്ല. നല്ല അഭിപ്രായങ്ങൾ ആരുടേതായാലും സ്വീകരിക്കണം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ സ്വീകരിച്ചു. അതുകൊണ്ട് ആ പ്രശ്നത്തിന് പരിഹാരമുണ്ടാവുകയും ചെയ്തു. ഇതുപോലെ ഒട്ടേറെ വിഷയങ്ങളിൽ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ സാന്നിധ്യം നമുക്ക് കാണാം. അവിടെ അവസാനിച്ചിട്ടില്ല. ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ പാണ്ഡിത്യവും ശ്രദ്ധേയമാണ്. സഹാബികളിൽ ഫുഖഹാക്കൾ എന്ന പേരിൽ എണ്ണിപ്പറയുന്ന കുറേ ആളുകളുണ്ട്. സഹാബികളെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ അറിവുള്ള ആളുകളെന്ന് പേരെടുത്ത് പറയുന്ന ആളുകളുണ്ട്. ആ കൂട്ടത്തിൽ ഒരാളായി ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ നാമം നമുക്ക് കാണാം. ഉമ്മു സലമ റളിയല്ലാഹു അൻഹയിൽ നിന്ന് 378 ഹദീസുകളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ആ ഹദീസുകളിൽ പലതും നമ്മൾ പരിശോധിക്കുമ്പോൾ പ്രവാചകൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങൾ നമുക്ക് ധാരാളം മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഓരോ യാത്രയിലുമുള്ള അനുഭവങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. കുടുംബജീവിതത്തിലെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പല വിഷയങ്ങളും ചോദിച്ച് മനസ്സിലാക്കുന്ന സ്വഭാവം ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ ജീവിതത്തിലുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാ മുഖല്ലിബൽ ഖുലൂബി സബ്ബിത് ഖൽബി അലാ ദീനിക്, ഹൃദയങ്ങളെ മാറ്റുന്നവനെ, എൻ്റെ ഹൃദയത്തെ, മനസ്സിനെ നിന്റെ ദീനിൽ ഉറപ്പിച്ച് നിർത്തേണമേ എന്ന് പലപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ, അങ്ങ് ഈ ദുആ വളരെ കൂടുതൽ നിർവഹിക്കുന്നുവല്ലോ, എന്താണതിൻ്റെ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ഉമ്മ സലമ ഇന്നഹു ലൈസ മിൻ ആദമിയ്യിൻ ഇല്ലാ വഖൽബുഹു ബൈന ഇസ്ബഅൈനി മിൻ അസാബിഇല്ലാ. ഉമ്മു സലമ, എല്ലാ മനുഷ്യൻ്റെയും കൽബ് അള്ളാഹുവിൻ്റെ വിരലുകൾക്കിടയിലാണ്. അത് നേരെയാക്കുന്നതും അത് വ്യതിചലിപ്പിക്കുകയും ചെയ്യുന്നവൻ. അതുകൊണ്ട് ഹൃദയത്തെ ഉറപ്പിച്ച് നിർത്തുവാൻ അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. എപ്പോഴും തെന്നിപ്പോകാൻ, വ്യതിചലിക്കുവാൻ സാധ്യതയുള്ളതാണ് മനുഷ്യൻ്റെ മനസ്സ്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നത്, സൂചിപ്പിക്കുന്നത്. ഇതുപോലെ ചില സന്ദർഭങ്ങളിൽ ചില കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചോദിക്കുകയും എന്നിട്ട് അന്വേഷിച്ച് മനസ്സിലാക്കുകയും ചെയ്യുന്ന സ്വഭാവം ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഒരിക്കൽ ചോദിച്ചു അല്ലാഹുവിൻ്റെ റസൂലിനോട്, അല്ലാഹുവിൻ്റെ റസൂലേ, ഈ കുട്ടികൾ അത് അബൂ സലമയുടെ മക്കളാണ്, എൻ്റെയും മക്കളാണ്. ഇവരെ ഞാൻ ഒരിക്കലും കൈയൊഴിക്കുകയില്ല, അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കാതിരിക്കില്ല. പക്ഷെ എനിക്കറിയേണ്ടത്, ഞാൻ ഇവർക്ക് വേണ്ടി ചെലവാക്കിയാൽ അള്ളാഹുവിൽ നിന്ന് അതിനെനിക്ക് പ്രതിഫലം കിട്ടുമോ എന്നറിയേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം ലക്കി അജ്റു മാ അൻഫഖ്തി, നീ അവർക്ക് വേണ്ടി ചെലവഴിക്കുന്നത് എന്താണോ അതിൻ്റെ പ്രതിഫലം നിനക്കുണ്ട്. ആ കാര്യത്തിൽ അള്ളാഹുവിൽ നിന്ന് പ്രതിഫലമുണ്ടോ ഇല്ലയോ എന്നറിയാനാണ് അന്വേഷിക്കുന്നത്. അത്രത്തോളം പുണ്യം ആഗ്രഹിക്കുകയും നന്മയോട് താല്പര്യവും ആഭിമുഖ്യമുള്ളൊരു സ്ത്രീ കൂടിയായിരുന്നു. അത്തരം കാര്യങ്ങളും ചോദിച്ചറിഞ്ഞതിൽ നമുക്ക് കാണാവുന്നതാണ്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഒട്ടേറെ വിഷയങ്ങളിലും പ്രവാചകനു മുമ്പിൽ ഇടപെട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് മക്ക ഫത്ഹ് ദിനത്തിൻ്റെ അന്ന് പ്രവാചകൻ്റെ 2 ബന്ധുക്കൾ വരുന്നുണ്ട്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ ബന്ധുക്കളല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബന്ധുക്കളാണ് ആ 2 ആളുകൾ. ഒന്ന് അബൂ സുഫിയാൻ ബിൻ ഹാരിസാണ്, അതുപോലെ അബ്ദുല്ലാഹി ബിൻ അബി ഉമയ്യ. ഇത് 2ഉം പ്രവാചകൻ്റെ പിതൃവ്യരുടെ മക്കളാണ്. ഈ 2 ആളുകളും പ്രവാചകൻ മക്കയിലേക്ക് എത്തുന്നതിൻ്റെ മുമ്പ് പ്രവാചകനെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഇടപെട്ടുകൊണ്ട് റസൂലിനോട് പറഞ്ഞു, പ്രവാചകരെ, അങ്ങയുടെ പിതൃവ്യ പുത്രൻ വന്നിട്ടുണ്ട്, അങ്ങയുടെ പിതൃ സഹോദരിയുടെ പുത്രൻ വന്നിട്ടുണ്ട്, അങ്ങയെ കാണാൻ വേണ്ടിയാണ്, അവർക്ക് കാണാൻ അനുവാദം കൊടുക്കട്ടെ. റസൂലുള്ളാഹി പറഞ്ഞു, ലാ ഹാജത്തിരി, എനിക്ക് ആവശ്യമില്ല, അവരെ കാണേണ്ട ആവശ്യം എനിക്കില്ല. അതിൽ ഒരാൾ എന്നെ അങ്ങേയറ്റം ആക്ഷേപിച്ചവനും വിമർശിച്ചവനുമാണ്. അബൂ സുഫിയാൻ അൽ ഹാരിസ് എന്ന് പറഞ്ഞ വ്യക്തി കവിയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ ആക്ഷേപകാവ്യങ്ങൾ ഉണ്ടാക്കി പ്രചരിപ്പിച്ച ആളാണ്. മറ്റേയാൾ ഇങ്ങനെയൊക്കെ പറഞ്ഞവനാണ്. പ്രവാചകനെ ആക്ഷേപിച്ചുകൊണ്ട് വ്യക്തമായ ഭാഷയിൽ പറഞ്ഞു, ആകാശത്ത് നിന്ന് ഖുർആനുമായി പ്രവാചകൻ എൻ്റെ അടുക്കലേക്ക് മലക്കുകൾ മുഖേന ഇറങ്ങി വന്നാലും ഞാൻ മുഹമ്മദിനെ അംഗീകരിക്കില്ലെന്ന് പറഞ്ഞ ആളാണ്.
അത്രത്തോളം പ്രവാചകനെതിരെ ശത്രുതാ മനോഭാവത്തോടെ പ്രവർത്തിച്ചവരായതുകൊണ്ട് റസൂൽ അങ്ങനെ പറഞ്ഞു. ഈ സമയത്ത് ഉമ്മു സലമ റളിയല്ലാഹു ചോദിക്കുകയാണ്, അല്ലാഹുവിൻ്റെ റസൂലേ, യാ റസൂലല്ലാഹ്, ലാ യകുൻ ഇബ്നു അമ്മിക് വബ്നു അമ്മതിക് അഷ്കന്നാസി ബിക്. അങ്ങയുടെ പിതൃവ്യപുത്രനും പിതൃ സഹോദരിയുടെ പുത്രനും അങ്ങയാൽ മനുഷ്യന്മാരെ കൂട്ടത്തിൽ ഏറ്റവും ദൗർഭാഗ്യമുള്ള ആളുകളായി പോകരുതല്ലോ. പ്രവാചകൻ്റെ മാപ്പ് കേൾപ്പിക്കാതിരുന്നാൽ ഈ രണ്ടാളുകളും ഏറ്റവും പരാജയപ്പെട്ട ആളുകളായി മാറും. അങ്ങനെ ആവരുതല്ലോ പ്രവാചകരെ, അതുകൊണ്ട് അവരോട് മാപ്പ് കൊടുത്തുകൂടെ എന്ന് ചോദിച്ചു. ആ ശൈലിയുള്ള ചോദ്യം പ്രവാചകനെ ചിന്തിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിന് അയവ് വന്നു, പ്രവാചകൻ മാപ്പ് കൊടുത്തു. ഇതുപോലുള്ള കാര്യങ്ങൾ പല സന്ദർഭങ്ങളിലും നമുക്ക് കാണാവുന്നതാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലയിൽ വെള്ളമൊഴിച്ചു കൊടുത്ത് കഴുകി കൊടുക്കുകയാണ്. ആ മുടി കഴുകുകയും വൃത്തിയാക്കുകയും ചീകി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ പ്രവാചകൻ്റെ തലയിൽ വെള്ളമൊഴിച്ചു കൊടുത്ത് വൃത്തിയാക്കുന്ന സന്ദർഭമാണ്. അതൊന്നും ഇപ്പം ഇന്നത്തെ സമൂഹത്തിൽ ഉണ്ടാവില്ല കേട്ടോ. ചെറിയ കുട്ടികളൊക്കെ കുളിപ്പിക്കും, അല്ലാതെ ഭാര്യനെ ഭർത്താവിനെ ഭാര്യയൊന്നും കുളിപ്പിക്കൂല. അങ്ങനെയാണെന്ന് സമൂഹത്തിൻ്റെ അവസ്ഥ. പക്ഷേ പ്രവാചകൻ്റെ കുടുംബജീവിതം അങ്ങനെ ആയിരുന്നില്ല, സന്തോഷമുള്ളൊരു ജീവിതമായിരുന്നു. ആ സമയത്ത് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ കയ്യിലാണ് റസൂലിൻ്റെ തല ഉള്ളത്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എങ്ങനെയുണ്ട് ജീവിതമൊക്കെ, സുഖം തന്നെയല്ലേ, സന്തോഷം തന്നെയല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ പറയാണ്, എങ്ങനെയാണ് റസൂലെ ജീവിതം, എൻ്റെ ജീവിതം സന്തോഷമാവുക? എൻ്റെ സഹോദരപുത്രൻ അങ്ങയുടെ ആക്ഷേപത്തിനിടയായി നിൽക്കുകയല്ലേ. എൻ്റെ സഹോദരൻ അങ്ങയുടെ ആക്ഷേപത്തിന് വിധേയമായിട്ടല്ലേ ഉള്ളത്, അങ്ങയുടെ വെറുപ്പിന് വിധേയനായിട്ടല്ലേ ഉള്ളത്. പിന്നെ എനിക്കെങ്ങനെ ജീവിതം സന്തോഷമാവുക? ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ സഹോദരൻ പ്രവാചകൻ്റെ ശത്രുവായിരുന്നു. അതുകൊണ്ട് ആ ശത്രുവായി നിൽക്കുന്ന വ്യക്തിയോട് പ്രവാചകന് വെറുപ്പുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാപ്പ് അവന് ലഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ആ സമയത്ത് ചോദിച്ചത്. സന്ദർഭം മനസ്സിലാക്കിക്കൊണ്ട് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാപ്പിന് അർഹനായി തീർന്നു. ഇങ്ങനെ പല ആളുകളുടെയും കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്. അത് നന്മയ്ക്ക് വേണ്ടി ഈ ആളുകൾ പ്രവാചകൻ്റെ മാപ്പർഹിക്കുന്നവരാവുകയും അവർ മുസ്ലിമാവുകയും ചെയ്യുമ്പോൾ അവർ സ്വർഗത്തിലേക്ക് കടത്തുന്നത് ദീനാണ് മുന്നിൽ കാണുന്നത്. അങ്ങനെ നരകത്തിൽ നിന്ന് ഒരാളെ രക്ഷപ്പെടുത്തുവാൻ തനിക്ക് കഴിയുന്ന സേവനത്തിൻ്റെ മേഖലകളിൽ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയെ നമുക്ക് കാണുന്നുണ്ട്. ഞാൻ സൂചിപ്പിച്ചത്, പരിസരത്ത് എന്ത് നടക്കുന്നു എന്ന് ആലോചിക്കുകയും നന്മയിൽ പങ്കാളിയാവുകയും മറ്റുള്ള ആളുകളുടെ നന്മ കാംക്ഷിക്കുകയും ചെയ്യുന്നു. മതപരമായ കാര്യങ്ങൾ ചോദിക്കുകയും അറിയുകയും പഠിക്കുകയും ചെയ്യുന്നു. ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ വേണ്ട ഒട്ടേറെ വിഷയങ്ങൾ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയിലും നമുക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. തൻ്റെ മക്കളെ മാന്യരായി വളർത്തി അവരെ നന്നായി പഠിപ്പിച്ചു, അറിവുള്ളവരാക്കി മാറ്റി. അവരിൽ പലരും പണ്ഡിതന്മാരായി തീരുകയും അവരിലൂടെ അനേകം ആളുകൾക്ക് ഇസ്ലാമിക വിജ്ഞാനം പ്രചരിക്കാൻ അവസരമൊരുക്കുകയും ചെയ്തു. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയൊക്കെ ഒരുമിച്ചുള്ളൊരു സമയമാണ്. ആ സമയത്ത് അള്ളാഹുവിൻ്റെ റസൂല് ഫാത്തിമ, അലിയും ഹസൻ, ഹുസൈനൊക്കെ ഉണ്ട്. അവരെ നോക്കിയിട്ട് പറഞ്ഞു, ഹാ ഉലായി അഹ്ല ബൈത്തി, ഇവരെൻ്റെ അഹ്ല ബൈത്താണ്, എൻ്റെ വീട്ടുകാരാണെന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അന മിൻ അഹ്ലിൽ ബൈത്ത്, ഞാൻ അഹ്ല ബൈത്ത് പെടില്ലേ റസൂലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, നീയും ഉൾപ്പെടും എന്ന് പ്രവാചകൻ പറഞ്ഞു. ഈ സന്ദർഭവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകും റിജ്സ അഹ്ലൽ ബൈത്ത് വയുതഹിറക്കും തത്ഹീറ സൂറത്തുൽ അഹ്സാബിലെ 33-ാമത്തെ ആയത്ത് അവതരിക്കുന്നത്. വീട്ടുകാരെ, നിങ്ങളെ എല്ലാ മ്ലേച്ഛതയിൽ നിന്നും അള്ളാഹു ശുദ്ധിയാക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. എല്ലാത്തരം അശുദ്ധികളിൽ നിന്നും നിങ്ങളെ ശുദ്ധീകരിക്കാനല്ല ഉദ്ദേശിച്ചിട്ടുണ്ട്. നിങ്ങൾ പരിശുദ്ധരാക്കാനാണ് അള്ളാഹു ഉദ്ദേശിച്ചിട്ടുള്ളത്. അങ്ങനെ അള്ളാഹുവിൻ്റെ പരിശുദ്ധരെന്ന അംഗീകാരം ലഭിച്ച ആ ഗണത്തിൽ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ കൂടി ഉൾപ്പെട്ടു എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടു. പിന്നെയും വർഷങ്ങളോളം ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ജീവിച്ചു. പ്രവാചകൻ്റെ ഭാര്യമാരിൽ ഏറ്റവും അവസാനം മരിക്കുന്നത് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയാണ്. ദീർഘകാല ജീവിതമാണ് അവർക്കുണ്ടായിരുന്നത്. ആ കാലം അത്രയും
ഉമ്മു സലമ റളിയല്ലാഹു അൻഹയിൽ നിന്ന് സ്വഹാബികൾ ധാരാളം ഹദീസുകളും ഇസ്ലാമികമായ വിജ്ഞാനങ്ങളും പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ധാരാളം ശിഷ്യന്മാർ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ ജീവിതത്തിൽ ലഭിക്കുകയും ചെയ്തു. അവസാനം മരണപ്പെടുന്നത് ഹിജറ 59 വർഷമാണ്. ഏകദേശം 84, ചിലർ പറയുന്നു 90 വയസ്സ് പ്രായമായിരുന്നു ആ സമയത്ത്. മരണപ്പെട്ട ശേഷം മയ്യിത്ത് നമസ്കാരത്തിന് നേതൃത്വം കൊടുത്തത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ്. മദീന നിറഞ്ഞ ജനനിബിഡമായൊരു സന്ദർഭമായിരുന്നു ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ ജനാസ നമസ്കാരം. സൂചിപ്പിക്കുന്നത് ദീർഘായുസ് ലഭിക്കുകയും ആ ആയുഷ്കാലം അത്രയും ഇസ്ലാമിക വിജ്ഞാനം പ്രചരിപ്പിക്കുന്നതിനും സമൂഹത്തിന് നന്മയുണ്ടാകുന്നതിന് വേണ്ടി തന്നാൽ കഴിയുന്ന പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തുകൊണ്ടാണ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുള്ളത്. അവർ മരണപ്പെട്ടു പോയെങ്കിലും എക്കാലത്തേക്കുമുള്ള മുസ്ലിങ്ങൾക്ക് ഓർമ്മിക്കാനുള്ള ഒരു ത്യാഗത്തിൻ്റെ ചരിത്രം അവർ രചിച്ചുകൊണ്ടാണ് ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുള്ളത്. വിശ്വാസികൾക്ക് മാതൃകയുള്ള മഹത്തായൊരു ജീവിതമാണ് നൽകിയിട്ടുള്ളത്. ഒരു ഭാര്യ എന്ന നിലക്ക്, മാതാവ് എന്ന നിലക്ക്, ഉമ്മുൽ മുഅ്മിനീൻ എന്ന നിലക്ക്, സാമൂഹിക രംഗത്ത് പ്രവർത്തിച്ച ഒരു സ്ത്രീ എന്നുള്ള നിലക്ക്, സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളോട് പ്രതികരിക്കുന്ന വനിത എന്ന നിലക്ക് മുസ്ലിം ലോകത്തിന് എന്നും ഓർക്കാനുള്ള ധാരാളം സംഭാവനകളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇങ്ങനെ മാതൃകാപരമായൊരു കുടുംബജീവിതം അബൂ സലമ റളിയല്ലാഹു അൻഹുവോടൊത്തു കഴിഞ്ഞു. പിന്നീട് പ്രവാചകനോടൊപ്പം കഴിഞ്ഞപ്പോഴും ആ ജീവിതം തന്നെ സ്വീകരിച്ചു. ഇത് എക്കാലത്തുമുള്ള നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പ്രവാചകൻ്റെ ആ ഭവനം കൊച്ചു റൂമാണ്. ഏതാനും പാത്രങ്ങൾ മാത്രമുള്ളൊരു വീടായിരുന്നു ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ വീട്. പക്ഷേ വീട്ടിൽ സന്തോഷമുണ്ടായിരുന്നു, സമാധാനമുണ്ടായിരുന്നു, ആശ്വാസമുണ്ടായിരുന്നു. ആഹാരത്തിന് വിഷമിക്കുന്ന ഘട്ടങ്ങളുണ്ടായി, വിളക്ക് കത്തിക്കാൻ എണ്ണയില്ലാത്ത ജീവിതത്തിൽ അവസരങ്ങളുണ്ടായി. പക്ഷേ സന്തോഷമുള്ളൊരു ജീവിതമായിരുന്നു എന്ന് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ നമുക്ക് പരിചയപ്പെടുത്തുകയാണ്. ഇത് നമുക്ക് മാതൃകയുള്ള ഒരു ഭവനത്തിൻ്റെ ചിത്രവും കൂടി ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ ജീവിതത്തിൽ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ ആ പ്രാർത്ഥന നമ്മൾ ഓർക്കുകയും സത്യമാർഗത്തിൽ ഉറച്ചു നിൽക്കുവാൻ വേണ്ടിയും അള്ളാഹുവിൻ്റെ സ്വർഗത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന അവരാവർത്തിച്ചിരുന്ന പ്രാർത്ഥനതായിരുന്നു. അത് നമ്മൾ ഓർക്കേണ്ടതുണ്ട്, നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹത്തായ ജീവിതം, ആ കുടുംബജീവിതം, ആ സാമൂഹിക ജീവിതം, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുവാനുള്ള ഒരു മാതൃക ആ ജീവിതത്തിലൂടെ അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. അവരെല്ലാം സ്വർഗത്തിലേക്ക് പോകുമ്പോൾ ആ സ്വർഗത്തിൽ പ്രവേശിക്കുവാനും കഴിയുവാനുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തെയും സന്തോഷത്തിൻ്റെയും സംതൃപ്തിയുടെയും അള്ളാഹുവിൻ്റെ ദീനിൻ്റെയും തൃപ്തിയുടെയും ഒരു ജീവിതം നയിക്കുവാനുള്ള അവസരമായി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളുടെ എല്ലാ പാപങ്ങളും അള്ളാഹു പൊറുക്കുകയും മാപ്പാക്കുകയും ചെയ്യുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. آمين برحمتك يا أرحم الراحمين. وصلى الله وسلم على محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله.